എക്സ്ക്യൂസ് മീ സർ. യെസ്. നമസ്കാരം സർ. സർ ചൂട് പാല്. താങ്ക് യു. സാറ് സ്ട്രോബെറിയുടെ ഫ്ലേവറായത്. താങ്ക് യു. ഇനി രാവിലെ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ സർ. How was my performance? Huh? You always rock. Always, baby. Oh. എന്താ ഇത്? അയ്യോ. അയ്യോ കാണുന്നില്ല. അയ്യോ 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 എവിടെ പോയി? അയ്യോ സാധനം എവിടെ? അയ്യോ ഞാൻ അയ്യോ ഇതെവിടെ പോയെന്ന് അറിയില്ലല്ലോ. അയ്യോ അയ്യോ ഇത് സരോജ. അയ്യോ എവിടെ? സരോ 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 എവിടെ? അത് അയ്യോ സരോ സരോ സരോ. അയ്യോ സരോ. അയ്യോ എന്റെ വേദന. അയ്യോ എവിടെ എവിടെ സരോ? എവിടെ സരോ? സരോ സരോ ശരവണ ശരവണ ശരവണ. അയ്യോ അയ്യോ എനിക്ക് വേദനിക്കുന്നു. അയ്യോ ശരവണ ശരവണ. അയ്യോ ഒന്ന് തുറക്കാൻ. ഇതാരാ? എന്താ ഇത്? അയ്യോ അയ്യോ എവിടെ? ഇവിടെ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇതിനകത്തുണ്ടോ? ഇല്ല. സരോ ഞാനതെന്താ ചെയ്യുന്നത്? ഇവിടെങ്ങുമില്ല. ഇവിടെങ്ങുമില്ല. അയ്യോ കാണുന്നില്ല. സരോ അയ്യോ എന്താ ചെയ്ത്? വേദന എടുക്കുന്നില്ല. ഇതിനകത്തുണ്ടോ? അയ്യോ ഒന്നുമില്ല. ഒരു സാധനമില്ല. അയ്യോ ഇവിടെ ഇവിടെ കാണും ഉണ്ടോ? ഇല്ല. അയ്യോ അയ്യോ സരോജ നീ എന്ത് തെമ്മാടിത്തരോ കാണിച്ചത്? സരോജ അയ്യോ സരോജ സരോജ. അതെന്താണെന്ന് വെച്ചാ പറ. 10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു.
പ പ പ പ പ പ ച ച ച ച ച ച കു 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 കു. അല്ലല്ല 10 പച്ചത്തത്ത ചത്തുകുത്തി മെല്ലെ പറഞ്ഞു പറഞ്ഞു അയ്യോ വേദന. അയ്യോ ഡോക്ടർ എവിടെ? ഡോക്ടർ, അയ്യോ ഡോക്ടറെ, ഡോക്ടർ, ക ക ക ക. പോട്ടെ ഡോക്ടർ, 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 ഓ ഡോക്ടർ, അയ്യോ എന്റെ ഭഗവാനെ, സാറേ ഡോക്ടർ അല്ലേ ഇവിടെ? അകത്തുണ്ടല്ലോ ചെല്ല്. അയ്യോ ഡോക്ടർ, ഡോക്ടർ എവിടെ? ഡോക്ടർ, 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 അത് അതില്ല ഡോക്ടർ. ഏതില്ല? ഓ എന്തു പറ്റി? ഓ ഡോക്ടർ, അത് അത് എന്താണെന്ന് പറയേ. എന്താ? ഓ താഴത്തെ ഡോക്ടർ. ഏ താഴെയോ? അതെന്താ? ദേ, ദേ, ഇത് നോക്ക് ഡോക്ടർ. ആ എന്ത് സംഭവമില്ലേ? മുണ്ടുക്ക്. സാധനം ഇല്ലെന്ന് ഡോക്ടർ കണ്ടില്ലേ? സാധനം തിരിച്ചു കിട്ടി എനിക്ക്. സാധനം ഇല്ലേ? എന്ത് സാധനം ഇല്ലെന്നോ? എന്റെ ഗുരുവായൂരപ്പ, അല്ലോ അതില്ലേ? എന്താ സാധനം ഇല്ലേ? എന്തിര് സാധനം ഇല്ലെന്നാ? ഇതൊക്കെയാണോ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്? മകനെ, എനിക്ക് വീട്ടിൽ ഇരുന്ന് ചത്താ മതി. എന്താ അവൻ അവയോ ഇല്ലെന്നോ? ഭഗവാനെ, ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഉണ്ടായിരുന്നു. സൽമാൻ ഹോസ്പിറ്റലിലോട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ ടീമിനോട് വരാൻ പറ. ആഹാ വൈദേവാ, അതാ പറഞ്ഞത്. ജലമൂളയില് അഷ്ടദിക് ബന്ധനത്തെ ഇട്ട് 66 പെണ്ണുങ്ങൾക്ക് ചുവപ്പ് സാരി കെട്ടി വാഴയിലൂടെ പുറത്തു വെച്ച് പൂജ ചെയ്താലുണ്ടല്ലോ, ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടേ ഒരിക്കലും വരില്ല. ഇദ്ദേഹം ജൗളിക്കട വെച്ചിട്ടുണ്ട്, അതിന്റെ മാർക്കറ്റിംഗാ. നിങ്ങൾ മാത്രം എണ്ണയുടെ ബിസിനസ് അല്ലേ വേല. ചെയ്യുന്നത്? തൈല സാർ, തൈല വേല ഈ സംഗതി വിട്. ഒരു ഗംഭീര ന്യൂസ് അല്ലേ, അതിനെപ്പറ്റി ചർച്ച ചെയ്യൂ. ഓൾ റൈറ്റ്, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. ഈ പാർട്ടി ഓർഡർ ചെയ്യുന്ന ഫുൾ ഗ്യാരണ്ടി ഉണ്ട്. ഇത് 2 വർഷമായിട്ട് സ്ട്രോങ് ആയി നിൽക്കുന്ന പാർട്ടിയാ. ഒരിക്കലും ഇത് താഴെ പോകില്ല. ഇത് തകർക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ, സർക്കാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ മറ്റൊരു കാര്യം കിട്ടിയിരിക്കുകയാണ്. ഡോക്ടർ, ഓ ഓ വെരി ഫിറ്റി. മാക്സിമം 2 മണിക്കൂർ. സാധനം കിട്ടിക്കഴിഞ്ഞാ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അതും ഇല്ല ഇതും ഇല്ല. ഡോക്ടർ, ഞാൻ കൈയെടുത്ത് കുമ്പിടാം. ദയവേത് എനിക്കത് വേണം. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ഡോക്ടർ. അതിന് ചെയ്യാനായിട്ട് എന്താ ഉള്ളത്? അവളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞില്ലേ. ഡ്രിമ്മിങ്, ഷേവിങ്, കട്ടിങ്. പെണ്ണെന്താ മെഡിക്കൽ സ്റ്റുഡന്റാ? അയ്യോ, മതി. പൂ പോലെ പറിച്ചെടുത്തിരിക്കും. അതിപ്പോ എവിടെയാണ്, എങ്ങനെയാണ് ഇരിക്കുന്നത്, ദൈവത്തിന് മാത്രമേ അറിയൂ. നമസ്കാരം പ്രേക്ഷകരെ. കണ്ണ് നഷ്ടപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്, നെക്ലസ് നഷ്ടപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. എന്തിന് ദിനം പ്രതി മൊബൈൽ ഫോണുകൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ നടന്നത് എന്താ? ഒരാളുടെ ഡാഷ് തന്നെ കാണാതെ പോയിരിക്കുന്നു. ഈ ഡാഷ് ക്രാഷ് ആയത് എങ്ങനെയാണ്? ഇതിന്റെ പിന്നിൽ ആരാണ്? സോറി, ഇതിന്റെ മുമ്പിൽ ആരായിരുന്നു നിന്നത്? ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ ഞങ്ങൾക്ക് കിട്ടിയത് അർദ്ധരാത്രിയിൽ പറന്നെത്തിയിരിക്കുന്ന മായാമോഹിനി. ഇതാണ് ഇന്നത്തെ കറന്റ് ന്യൂസ്. അതെ, ഇങ്ങോട്ട് വാ. ഒരു കമ്പി തുണി ചുറ്റിയാ മതി, കണ്ണങ്ങോട്ടേ പോവുള്ളൂ. മൂലക്കുരു വന്നു പെട്ടല്ലോ, ചന്തിയില് മൂലക്കുരു വന്നു പെട്ടല്ലോ. എന്റെ കാര്യം പോക്കാണ്, ഇനി എന്റെ കാര്യം പോക്കാണ്. അയ്യോ അമ്മ.
കുടിക്കാൻ കഞ്ഞിവെള്ളം പോലും ആരും തന്നില്ലേ, എനിക്ക് തന്നില്ലേ. വെരി ബാഡ്. ഇനി ഞാൻ എങ്ങനെ എഴുന്നേറ്റ് നടക്കും? കുത്തല്ലേ കുത്തല്ലേ. അയ്യോ, രാഹുൽ, മകനെ എന്ത് ഇത്? എന്താ ഇവനെ പറ്റിയത്? എന്ത് പറ്റി മോനെ? ആ, അയ്യോ, ആ, ഇത് നിങ്ങളുടെ മകനാ? ആ, എന്റെ മകൻ എന്ത് പറ്റി? അത് അവരുടെ അനിയനൊരു തുളയിട്ടു. ഡോക്ടർ, ഇവനാണ് നമ്മുടെ കുടുംബത്തിലെ ഇളയ പുത്രൻ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ അവരുടെ ഇളയ മകനൊരു തുളയിട്ടു. മനസ്സിലായില്ല. എന്താണെന്ന് വെച്ചാ അവന്റെ വാഴപ്പഴത്തിനൊരു തുളയിട്ടു. ഓ മൈ ഗോഡ്, അങ്ങനെ ഒരു തൊളയെ പറ്റി അവൻ പറഞ്ഞിട്ടില്ലല്ലോ. എടോ, വൃത്തികെട്ടവനെ, നേരത്തെ നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? നീ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ ബന്ധുക്കളോട് ഫോൺ വിളിച്ച് ഞാൻ ഈ കാര്യം പറയായിരുന്നോ? ഇപ്പൊ അവര് വന്നോണ്ടിരിക്കുക, ഞാൻ എന്ത് പറയാ അവരോട് സമാധാനം? എന്തിനാമ ഇതൊക്കെ? ഇതൊക്കെ ആരെങ്കിലും തന്നാലുണ്ടല്ലോ. വന്ന കാര്യം മറന്നോ? അതെ, വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ അവനോട് സംസാരിക്കേ. ഇവൻ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. ആരാ പൊന്നു ഇത്? രാഹുൽ, ഡാഡി, മൈ സൺ. എന്താ നിനക്ക് പറ്റിയത്? കമ്പ്യൂട്ടർ സർ, ഇവൻ എന്താ പറ്റിയത്? നടക്കട്ടെ, ഞാൻ കുത്തുവെച്ച് തരും. ഇവന്റെ സാധനം മിസ്സിംഗ് ആണെന്ന്. എന്താ ഈ പറയുന്നത്? അതെങ്ങോട്ട് പോയി? ഓ, ഇതായിരുന്നല്ലേ. ഇതെവിടെ ഉണ്ട്? അയ്യോ, ഞാനൊന്ന് കണ്ടോട്ടെ. എന്താ ഡാഡിയുടെ കയ്യിലുണ്ടോ? ദേ, നിങ്ങൾ അന്വേഷിച്ച സാധനം ദേ. ഓ, ഒരു നിമിഷം ഞാൻ പേടിച്ചു പോയി. അതിങ്ങനെ തന്നെ ഇരിക്കും, പക്ഷെ അതിന്റെ സൈസും കളറും വേറെയാ. ആ ചെവി കാണിക്കും. കാതിൽ വെക്കാൻ പോവാ? ഇല്ല, ഇതിലൊന്നും പോവില്ല. ആ മോനെ, ഇയാളെന്താ മാജിക് കാണിച്ച് ശരിയാക്കാൻ പോവാ? സൽമാൻ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് നേരിട്ടുള്ള ദൃശ്യവിവരണം തരുന്ന പ്രതിനിധി ആദർശ്. പറയൂ ആദർശ്, രാഹുലിന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്? നോക്കൂ, നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് സൽമാൻ ഹോസ്പിറ്റൽ. അവരുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി നഷ്ടപ്പെടുത്തിയിട്ട് വാർത്തകളിൽ ഇടം നേടിയ രാഹുൽ ഈ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. വരൂ, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. ഇവൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്ന ഭഗവാനെ? വിത്ത് ഗുണം 10 ഗുണം. വേറെന്ത് ചെയ്യാനാ? ഈ നാടകക്കാരെയൊക്കെ കല്യാണം കഴിക്കാൻ പാടില്ല. അയ്യോ, യമനോ, ഇത്രയും വേഗം എന്തിനാ വന്നത്? ഡോക്ടർ വീണ്ടും 3 ദിവസം സമയം തന്നിട്ടുണ്ട്. ഇവൻ എന്നെ ഒരിക്കലും കാണാൻ പാടില്ല. എത്രയും പെട്ടെന്ന് പെണ്ണെ കണ്ടുപിടിക്കാൻ എനിക്ക് പ്രശ്നം. സഹോദരാ, രാഹുലേ. ഇയാളാരാ? അയ്യോ, ആരടാ അത്? കാലനെ പോലെ ഉണ്ടല്ലോ. പോയില്ലേ? നമ്മുടെ മാനം മൊത്തത്തിൽ പോയില്ലേ? ആനയുടെ തുമ്പിക്കൈ പോലെ ഉണ്ടായിരുന്ന ഒരു ചെറിയ എലി, അതല്ലേ ഇപ്പോ കാണാതെ പോയിരിക്കുന്നത്. എന്താ ഈ പറയുന്നത്? ഓ, എന്തൊരു വിധിയാണിത്. പറയൂ സഹോദരാ, ഇതെങ്ങനെ സംഭവിച്ചു? പറയൂ. ഈ സമയത്ത് ആ സാധനം ആരാണോ എടുത്തുകൊണ്ട് പോയത്, അവർ ഈ സിറ്റിയിലുള്ള ഏത് തെരുവിലാണെങ്കിലും ഏത് മൂലയിലാണെങ്കിലും ശരി, അവരുടെ അടുത്തുനിന്ന് അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഞാൻ നട്ടുവെക്കും. നോക്കിക്കോ. നട്ടോളൂ. ഞങ്ങൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തോളാം. ഡോക്ടർ, ഞാനും. നിങ്ങൾ പൂ പറിച്ചെടുത്തു. എടത്തി, പ്ലീസ് ഒന്ന് നിർത്ത്. സോറി രാഹുൽ, നിനക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് പറ. വാടി വീണ വാടിപ്പോയെന്നോ? തലയിൽ ചൂടും മുറിഞ്ഞുപോയ കമ്പി എങ്ങനെ നാദമുണ്ടാക്കും? വീണക്കമ്പി എങ്ങനെ നാദമുണ്ടാക്കും? മുറിഞ്ഞുപോയ ഏതെങ്കിലും ഒന്ന് അടച്ചു വെക്കേ. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അവർ നല്ല സിംഗറാ. അവർക്ക് മൂലക്കുരു ഉണ്ട്, അതുകൊണ്ട് ഇരിക്കാൻ പറ്റാതെ പാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അവന് മൂലക്കുരു, ഇവന് മൂലസ്ഥാനം ഇല്ലല്ലോ. എന്താ പറ്റിയത്? എടത്തിങ്ങ വാ. അയ്യോ, വാടാ ഇങ്ങോട്ട്. ടേക്ക് കെയർ രാഹുൽ. എന്റെ അനിയനെ വിട്ടിട്ട് നീ എവിടേക്കാ? നിങ്ങൾ വരുന്നുണ്ടോ? അമ്മ, ഈ രാക്ഷസന്റെ കൂടെ എങ്ങനെയാ ജീവിക്കുന്നത്? സഹോദരാ, നീ വിഷമിക്കരുത്. പോകുന്നുണ്ടോ?
ഒന്ന് പോകാൻ. എന്റെ അനുജനെ നന്നായിട്ട് നോക്കിക്കൊള്ളണം. എന്താണ് അയാൾ പറഞ്ഞിട്ട് പോയത്? അമ്മേ അമ്മേ എന്റെ ചിറ്റപ്പൻ എന്താ പറ്റിയത്? ചിറ്റപ്പന്റെ അനിയൻകുട്ടനെ കാണാതെ പോയടാ. അനിയൻകുട്ടനോ? എനിക്കപ്പോ 2 ചിറ്റപ്പനുണ്ടോ അമ്മേ? പക്ഷെ ഞാൻ ആ ചിറ്റപ്പനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അമ്മേ. ആ ചിറ്റപ്പനെ എന്തോ അമ്മ കാണിച്ചു തരാത്തെ? അയ്യോ ഒന്ന് ചുമ്മാതിരിക്കും, ആരെങ്കിലും ഒക്കെ കേക്കും. അമ്മേ അമ്മേ ആ ചിറ്റപ്പൻ എങ്ങനെയാ അമ്മ ഇരിക്കുന്നത്? കറുത്തതാണോ അല്ലെങ്കിൽ വെളുത്തതാണോ? പൊക്കം കുറവാ. ഉണ്ടായിരിക്കും. ആദ്യത്തെ ലൈവ് നമ്മുടെ ചാനലാവണം. അയ്യോ മീഡിയ മൊത്തം അറിഞ്ഞോ? സംഗതി കുളമാവുമല്ലോ. എന്നാ ഇവിടുന്ന് മുങ്ങുന്നയാ നല്ലത്. അച്ഛാ നമസ്കാരം സർ. നമസ്കാരം. ഇവർക്കെന്താ ഇവിടെ പരിപാടി? എന്റെ പേര് മേഘ എന്നാണ് സർ. വി ആർ കമ്മിങ് ഫ്രം ചാനൽ 69. സർ നിങ്ങളുടെ പ്രധാനപ്പെട്ട എന്തോ സാധനം കാണാതെ പോയെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഞങ്ങളുടെ ചാനലിലെ ഫസ്റ്റ് ഫ്ലാഷ് ന്യൂസ് അതായിരിക്കണം സർ. ഇത് ക്യാമറാമാൻ ഗിരിയപ്പ. ഗിരിയപ്പ നന്നായിട്ട് സാറിനെ ഫോക്കസ് ചെയ്യും. സർ ഇതിന്റെ ഫസ്റ്റ് ആങ്കറിംഗ് ആണ് സർ. നല്ല ഓപ്പണിംഗ്. അതായത് ഈ ഹോസ്പിറ്റൽ മൊത്തം ഒന്ന് കവർ ചെയ്ത് കാണിക്കൂ പ്ലീസ്. ഡെഫിനറ്റ്ലി സർ. ഗിരിയപ്പ റെഡി? റെഡിയാണ് മാഡം. സർ പറയൂ, നിങ്ങളുടെ എന്താണ് നഷ്ടമായത്? എവിടെയാണ് നഷ്ടമായത്? എങ്ങനെയാണ് നഷ്ടമായത്? ഡോക്ടർ പ്ലീസ്. എക്സ്ക്യൂസ് മീ, ഐ എം ഡോക്ടർ വിനായക് സൽമാൻ. ക്യാൻ ഐ? പറയൂ സർ. ഇപ്പൊ ശരിയായി. താങ്ക് യു. അതായത് ഇവന്റെ അനിയൻ, മനസ്സിലായില്ല അല്ലേ? അതായത് അനിയൻകുട്ടൻ പിടിയിട്ടില്ലല്ലേ? അത് ഈ സംഗതി എന്നൊക്കെ പറയൂ സർ, എന്ത് സംഗതിയാണ് സർ? യെസ്, അതെ സംഗതി. അതെ, എന്ത് സംഗതിയാണ് സർ? മറ്റേ സംഗതിയാ മാഡം. വാട്ട്? മാറിപ്പോയി. എക്സ്ക്യൂസ് മീ. അല്ലയോ ദേവ, നിങ്ങൾ ആരാണ്? ഓ എന്റെ മോനായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ജസ്റ്റ് 1 minute സർ, ഐ വിൽ ഡു ഇറ്റ്. അയ്യോ ഫസ്റ്റ് ന്യൂസ് ടോപ്പ് ആണ് മാഡം. ഗിരിയപ്പ പ്ലീസ്. ഓക്കെ മാഡം, സോറി. ഗിരിയപ്പ ഇതിന് എന്ത് പേരാ പറയേണ്ടത്? സംഗതി എന്നായാലോ മാഡം? ആരുടെ? അതിന്റെ പേര് ഇതിന് പെന്നീസ് എന്ന് പറയാവോ? വിത്ത് വാട്ട്? നൈസ് സെക്സാ? നോ. സർ 2 മിനിറ്റ് സർ, പ്ലീസ് സർ, 2 മിനിറ്റ്. ഞാൻ ഇപ്പൊ വരാം സർ. ഗിരിയപ്പ. ഓക്കെ മാഡം. സർ എന്തെങ്കിലും ഒന്ന് പറയണേ. ഗിരിയപ്പ റോളിംഗ്. റോളിംഗ് ആണ് മാഡം. നമസ്കാരം, ഞാൻ മേഘ. ഞാനിപ്പോ സംഗതി ഹോസ്പിറ്റലിൽ നിന്നാണ്. സംഗതി ഹോസ്പിറ്റലോ? സോറി, സൻമൻ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇപ്പൊ നമ്മുടെ കൂടെ രാഹുൽ എന്ന് പറഞ്ഞ പേഷ്യന്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അത് കാണാതെ പോയെന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇതുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്കിപ്പോ ചോദിച്ചറിയാം. അദ്ദേഹം തന്നെ ഇപ്പൊ പറയും. പറയൂ സർ പ്ലീസ്. സരോജ, ഐ ആം റിയലി വെരി സോറി. സരോജ, ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്ലീസ് ദയവേത് എനിക്കത് വേണം പ്ലീസ്. കാല് പിടിച്ച് ഞാൻ പറയുക പ്ലീസ് പ്ലീസ് സരോ, എനിക്കത് വേണം പ്ലീസ്. നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. സമയം അതിക്രമിക്കുന്നു, അതുകൊണ്ട് തരൂ പ്ലീസ് പ്ലീസ് സരോ. ഞാനും ഇങ്ങനെ നിന്റെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ, നീ കേട്ടോ രാഹുൽ? ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരില്ല എന്റെ ദൈവമേ. ഈ ഒരു കാരണം കൊണ്ട് അപമാനിതനായി തലകുനിച്ച് നിൽക്കാം ഞാനിവിടെ. പ്ലീസ് സരോജ, എനിക്ക് കൊണ്ട് തരൂ അത്. പ്ലീസ് പ്ലീസ്, എനിക്കത് വേണം. നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചോളാം സരോ. പ്ലീസ് സരോ, എനിക്ക് വേണം സരോ. പ്ലീസ് സരോ. സരോജ. സോ ഇതാണ് രാഹുലിന്റെ പ്രോബ്ലം. സരോജ ഇപ്പൊ എവിടെയാണെങ്കിലും ദയവ് ചെയ്ത് അദ്ദേഹത്തിന്റെ സംഗതി ഉടനെ ഏൽപ്പിക്കേണ്ടതാണ്. ലോകത്തിലുള്ള എല്ലാവർക്കും സാധനം വളരെ ആവശ്യമാണ്. ഈ സാധനം എവിടെ പോയി, എങ്ങോട്ട് പോയി?
പല രീതിയിലുള്ള മേഡേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രധാന സംഭവം, കർണാടകയിൽ ഒരു വ്യത്യസ്തമായ സംഭവം. ഒരു കുട്ടി ഒരു കുട്ടനെ കട്ടുകൊണ്ടുപോയി. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഇതാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. కర్ణాటక ప్రాంతంలో ఒక అమ్మాయి తను ప్రేమించిన అబ్బాయి మర్మంగాని కత్తిరించి తీసుకెళ్ళింది. इस घटना से पूरे इलाके में अफरा तफरी मची हुई है. चिकित्सकों का कहना है doctors suggest that if the organ is not found, then the patient is in grave danger. With Saroja being untraceable, the police and family have been frantically trying to locate her. For more updates, stay tuned. സരളി, എന്താടി ഇത്? അത് മുറിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നല്ലോടി. നീ എന്തിനു പറയണേ? അതെങ്ങനെ കൊണ്ടുവന്ന? അതത്ര എളുപ്പമുള്ള കാര്യമാണ്. എന്താണോ എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അതെങ്ങനെ നടക്കും? അറുത്ത് കാണിക്കട്ടെ? അയ്യോ വേണ്ട. ഹലോ മനു, വേറെ അറിയോ? ഞാൻ എത്ര നേരം കാത്തു നിക്കാ, നീ വാക്ക് പാലിക്കില്ലേ? ഐ എം സോറി ടു സേ ദിസ് ഷാനി, ഇപ്പോ തൽക്കാലം ഡേറ്റിംഗ് വേണ്ട. എന്ത് വിട്ടിത്തീ പറയുന്നേ? നിനക്ക് ആദ്യമേ എന്നോട് പറഞ്ഞൂടായിരുന്നോ? സോറി. ഇഡിയറ്റ്, ഞാൻ അവനെങ്കിലും വിളിച്ചുതരാം. ഇനി ഷഡ്ഡിക്കെല്ലാം പൂട്ടിടേണ്ടി വരുമെന്നാ തോന്നുന്നേ. മകനെ, സ്വാമി, ഇന്നു മുതൽ ആശ്രമത്തിലേക്ക് വരുന്ന സ്ത്രീകളെ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുകയേ വേണ്ട. അതെന്താ സ്വാമി? സർവം സരോജാമയം. ഓൾറെഡി ട്രബിളിംഗ് മീ, എഗെയിൻ ആൻഡ് എഗെയിൻ ട്രബിളിംഗ് ടു മീ. വീഡിയോ CD coming to me. Why? Because me, Kami, Swami. ഇതാടോ സന്മാൻ ഹോസ്പിറ്റൽ? സമ്മാനമല്ല സാറേ, സാധന ആശുപത്രിയാണ്. സാധനം ഇല്ലാണ്ട് എന്തിനാണ് ഈ സാധനം ജീവിക്കണത്? എടാ കൊച്ചനെ, അവള് വലിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന വരെ നീ വായിൽ എന്തോ വെച്ചോണ്ടിരിക്കുവായിരുന്നടാ. ഒച്ച വെച്ച് വിളിച്ചു കൂടായിരുന്നോ? എന്താണ് സാറേ, സാറ് ലാത്തി എടുത്താൽ തന്നെ ഞാൻ പേടിച്ച് പറിക്കണു. ഈ ചെക്കനുവിന്റെ ശരി സാറേ, സാറ് പണി നോക്കി. എന്റെ സർവീസില് ഇത്രയും വൃത്തികെട്ട ഒരു കേസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാനും എന്റെ സർവീസില് എത്ര വലിയ സാധനമൊക്കെ കട്ടിട്ടുണ്ടെന്ന് അറിയോ? സോറി സാറേ, നിങ്ങൾ ചോദിക്കും. പറയടൂ, അവൾ ആരാ? കാണാൻ എങ്ങനെ ഉണ്ടാവും? അവിടെ ഫോട്ടോ എല്ലാം തന്റെ കയ്യിൽ ഉണ്ടോടൂ? സാർ, സരോജയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് തരണേ. പ്രോഗ്രാം ലൈവ് പോയിക്കൊണ്ടിരിക്കുക. പ്ലീസ് 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 പ്ലീസ്. പോയി പോയി, നിന്റെ അന്തസ് എല്ലാം പോയി. ഇനി ഒരു പക്ഷെ അത് തിരിച്ചു കിട്ടിയാലും ലോകം മുഴുവനും നിന്നെ കണ്ടോണ്ടിരിക്കുവല്ലോ. തന്നെ ഇനി 1 മണിക്കൂറിനുള്ളിൽ നിന്നെ ഈ ലോകത്തെ എല്ലാരും അറിയൂടാ. മണിയടിക്കാത്ത ബെല്ല്. ആ കൊച്ചിന്റെ ഫോട്ടോ ഉണ്ട് താടോ? ഫോട്ടോ ഇല്ല. ഫോട്ടോ ഇല്ലേ? എത്ര നാളായി അവിടെ അവിടെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിട്ട്? ഒരു 4 വർഷം സാർ. 4 വർഷോ? എന്നിട്ട് ഒരു ഫോട്ടോ പോലും ഇല്ലേ? അത് സാർ, ആക്ച്വലി ഫോട്ടോ ഉണ്ടായിരുന്നു, എന്നാലും എനിക്ക് വേറൊരു കല്യാണം ഫിക്സ് ആയതുകൊണ്ട് വേണ്ടെന്ന് വെച്ച് സാർ. എങ്കിൽ അവിടെ അഡ്രസ് അറിയില്ല സാർ. അറിയില്ലെന്നോ? വിദ്യാപീഠത്തിന്റെ അവിടെ ഇടയ്ക്ക് പിക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ടായിരിക്കും അവള് നിന്റെ പീഠത്തിനെ അരിഞ്ഞത്. സോറി സാറേ. അവിടെ അമ്മ, അച്ഛൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അവൾക്ക് ആരുമില്ല സാർ. അവളൊരു അനാഥ കുട്ടിയാ. അനാഥ ആണെന്ന് കരുതി നീ വഞ്ചിക്കാൻ നോക്കി. അവള് നിന്റെ വേരും പിഴുതോണ്ട് പോയി. അവള് അനാഥയൊന്നും അല്ലടോ. അവക്കൊരു സഹോദരനുണ്ട്, ഹനുമന്തപ്പ പി വജ്രമട്ടി. And it is me. ഈ അനിയനുണ്ട്, മീ ടു. മീ ടു എന്ന് പറയാൻ പാടില്ലടാ. ഇവനാ മീ ടു എന്ന് പറയണ്ടേ? എവിടൊക്കെ പോയി എന്തൊക്കെ ചെയ്തോ. സ്വന്തം സാധനം കണ്ടേ വർഷങ്ങളായി. ഇവന്റേത് ഇനി എവിടെ ആയിരിക്കുവോ, എങ്ങനെ ഉണ്ടായിരിക്കുവോ, അതിന്റെ കളർ എന്താ, സൈസ് എന്താ, ഇതെല്ലാം ഇനി കുത്തിയിരുന്ന് ഞാൻ എഴുതണം. നിന്റെ സാധനം തിരിച്ചു തരുന്നതിനേക്കാൾ മുഖ്യം ഇപ്പൊ ആ കൊച്ചിന് എങ്ങനെയെങ്കിലും ജാമ്യം വാങ്ങിച്ചു കൊടുക്കണം, അതല്ലേടാ? ഓ റൈറ്റ് സാറേ, യു ആർ ആൾവേസ് റൈറ്റ്. യെസ്, ഗോ. സീഡ്ലെസ് ഫെലോ. അയച്ചക്കന്റെ മനസ്സ് വേദനിച്ചു സാറേ. അത്രയെങ്കിലും പറയണ്ടായുള്ളൂ. ഇവനെ കണ്ടില്ലേ? ഇവനെ എന്തോ കട്ട് ചെയ്തിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇവനേതാണ്? എന്നെക്കാളും വലിയ കളനാണ് തോന്നുന്നു.
മാഡം എന്താ? രാഹുൽ എന്റെ ക്ലോസ് ഫ്രണ്ടാണ് മാഡം. അവന് വേണ്ടി എന്തും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. രക്തം, ഹാർട്ട്, ലിവർ എന്ത് വേണമെങ്കിലും എടുത്തോ മാഡം. എടുത്തോളൂ. അവയവം വേണം, സാധനം വേണോന്ന്. എന്താ ഒന്നും മിണ്ടാത്തെ? ഇത്രയ്ക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നു. ഇവന്റെ സ്നേഹത്തിന് കൊള്ളി വെക്കാറായിട്ടുണ്ട്. 24 ഞാൻ വന്നത് വാർഡ് നമ്പർ 42 മാഡം. എനിക്കാകെ നാണക്കേടായിരിക്കും സരോജ. പ്ലീസ് സരോജ, പ്ലീസ് അത് തന്നേക്ക് സരോജ. എനിക്കത് വേണം. പ്ലീസ് പ്ലീസ് സരോജ, പ്ലീസ് എനിക്ക് തരൂ. എനിക്കാകെ നാണക്കേടായിരിക്കും. പ്ലീസ് ഞാൻ നിന്റെ കാല് പിടിക്കാൻ സരോജ. നീ പറയുന്ന പോലൊക്കെ ഞാൻ അനുസരിക്കാൻ സരോജ. പ്ലീസ് സരോജ, എനിക്ക് തന്നേക്ക് സരോജ. സരോജ ആ സാധനം കൊടുക്കണം. നാട് മുഴുവൻ ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഈ സമയത്ത് സംഭവ സ്ഥലത്തെ ദൃക്സാക്ഷി നമുക്കായി വിശദീകരണം നൽകുവാൻ സ്ട്രോബെറി ശരവണൻ നമ്മോടൊപ്പം ഇതാ. അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം. പറയൂ ശരവണൻ സർ, അവിടെ എന്താണ് നടന്നത്? അതിപ്പോ പറയാൻ എന്തിരിക്കുന്നു? മുറിച്ചു തുരുത്തി കരയുന്ന ഒരുത്തൻ ചത്തതോ, ഞാനും ഇപ്പൊ നോക്കെന്റെ ജോലിയും പോയി. വെരി സാഡ്. ഈ സംഭവം നടക്കുമ്പോ നിങ്ങൾ എവിടെയായിരുന്നു? അന്നത്തെ ദിവസം റിസപ്ഷനിലാണ് കിടന്നുറങ്ങിയത്. സ്വപ്നത്തിലാണെങ്കിൽ എന്റെ കാമുകി കളർഫുൾ സാരിയില് വേറെ ലെവല്. എന്താ FTV വെക്കാൻ പറ്റില്ല? ഇതൊരു പഴയ മിഷനാണല്ലോ. സരോജെ, നീ ഇയാളുടെ ജീവിതത്തിലും കേറിക്കൂടായിരുന്നു? അതല്ല, മേളിൽ നിന്ന് എന്തെങ്കിലും ശബ്ദമോ മറ്റോ? എന്താ ശീൽക്കാര ശബ്ദമാണോ? നോ. അവിടെ ഈ മുറിക്കുന്ന അല്ലെങ്കിൽ വലിക്കുന്ന ഇവരെന്തൊക്കെയാ കിടന്ന് പറയുന്നത്? അതെന്താ കമ്പി വല്ലോ ആണോ? പടക്കോ ശബ്ദം കേട്ടോണ്ടിരിക്കാനായിട്ട്? അതൊന്ന് പറഞ്ഞേ. അതല്ല മിസ്റ്റർ ശരവണ, നിങ്ങൾ എങ്ങനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്? പോലീസിന്റെ ഇടി പുറകിന്നായിരുന്നു. ഓണർ ആണെങ്കിൽ വയറ്റിലാ കുത്തിയത്. പിന്നെ എങ്ങനെ അറിയാതിരിക്കുന്നേ? പക്ഷെ ആ പെണ്ണിനെ കണ്ട അങ്ങനെ പറയില്ല കേട്ടോ. എന്നാലും അവൾ അങ്ങനൊക്കെ ചെയ്തല്ലോ. പ്രേക്ഷകരെ, ഇത് നമ്മുടെ സ്ട്രോബെറി ശരവണന്റെ വാക്കുകളാണ്. ഓരോ നിമിഷവും നിങ്ങൾക്കായുള്ള അപ്ഡേറ്റുമായി ഞങ്ങൾ വരും. ഡോക്ടർ ഇന്ന് ഒറ്റയ്ക്കാണ്. സാധനം വന്നോ? ഇല്ല ഡോക്ടർ, ഇനിയും സാധനം എത്തിയിട്ടില്ല. ഗോഡ് മസ്റ്റ് ബി ക്രേസി. ഡോക്ടർ, ഇന്ന് നൈറ്റ് ഷിഫ്റ്റിന് നിങ്ങളുടെ കൂടെ ഞാനും നിന്നോട്ടെ? അനിയത്തിയുടെ മുഖത്ത് കണ്ട ആ ചിരിയുണ്ടല്ലോ, ആ ചിരിക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നു ഞാൻ. ഇനി ഒരിക്കലും നൈറ്റ് ഷിഫ്റ്റിൽ ജോലിയില്ല. 6 മണിക്ക് തന്നെ വീട്ടിൽ പോക്കോ. ഡോക്ടർ, അവന്റെ പോയ സാധനം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്റെ എങ്ങാനും പോയി എങ്ങനെ തിരിച്ചു വരും? എവിടെയാണെന്ന് അറിയില്ലല്ലോ. യമനോ, ഇവന്റെ കണ്ണി ഞാൻ ഒരിക്കലും കാണരുതേ ഈശ്വരാ. ഒന്ന് നിർത്തടാ, ഇതാണ് സാധനം ഹോസ്പിറ്റല്. അയ്യോ, എല്ലാം പോയില്ലേ ദൈവമേ, അയ്യോ, രാഹുലേ. ഇയാളെ പോയി. അയ്യോ 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 എന്റെ ചക്കരക്കുട്ട, എവിടെ അയ്യോ, എല്ലാം പോയില്ലേ. നീ കുഞ്ഞായിരിക്കുമ്പോ മുതല് കണ്ണേറ് കൊള്ളാതെ ബേബി പൗഡർ എല്ലാം ഇട്ട് പൊന്നു പോലെ അല്ലേടാ അത് നോക്കിയത്. എന്നിട്ട് എല്ലാം പോയല്ലോ. ഇനി ഇത് വീണ്ടും കിളുക്കുവല്ലോടാ. നീ എങ്ങനെയാടാ ഒന്നിനൊക്കെ പോന്നേ? ഇതില്ലാതെ എങ്ങനെയാടാ നീ പെണ്ണൊക്കെ കെട്ടുന്നേ? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാണല്ലോ എന്ന് കരുതി ദിവസം എത്രയോ മുരിങ്ങക്കോലാടാ പുഴുങ്ങി തന്നോണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നത്. അയ്യോ. എന്താ ഇത്? ഇതെന്താ ഹോസ്പിറ്റലാണോ അതോ മീൻ മാർക്കറ്റാണോ? അങ്ങനല്ല ഡോക്ടറെ, ചെറുപ്പത്തിലേ ഞാനത് കണ്ടു. നിങ്ങൾ കണ്ടു, ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുക. കമ്പിയറ്റ വീണയിൽ മീട്ടുവാൻ പറഞ്ഞ എങ്ങനെ ഞാൻ മീട്ടും? വാടിയ പൂക്കൾക്ക് വാസനയുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോഴുള്ള മണം മതിയാവുന്നില്ലെന്നാണോ? തലവേദനയായി. എടാ സംഭവം, അവന്റെ കയ്യിൽ ഒരു ടയർ കൊടുക്ക്. അവൻ അതുമായിട്ട് കളിച്ചു നടക്കട്ടെ. A ബ്ലോക്കിലോ B ബ്ലോക്കിലോ. അങ്ങനല്ല ഡോക്ടറെ, അത് ഇത്രേ ഉള്ളപ്പം മുതൽ മനസ്സിലായി. ചെറുപ്പം മുതലേ കണ്ടോണ്ടിരിക്കുന്നതാ. അത് ഇതുവരെ വന്നില്ല. ഒന്ന് വെയിറ്റ് ചെയ്യേ. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് കാണിച്ചിട്ട് ഞങ്ങൾ അത് ഫിറ്റ് ചെയ്യൂ. മനസ്സിലായോ? ഇത് പിടി, പോയി ബില്ലടിച്ചിട്ട് വാ. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നടക്കുന്നു.
ബില്ല ഇതുവരെ സാധനം വന്നിട്ടില്ല. അതിനു മുമ്പ് ബില്ലോ. ലെറ്റ്സ് കം ടു ദ പോയിന്റ്. തുടങ്ങാം. പല്ല് പോയാൽ ചൊല്ലു പോയി, അതേപോലെ സാധനം പോയാൽ എല്ലാം പോയി. സാധനം ചെറുതാണെങ്കിലും കീർത്തി വളരെ വലുതാണ്. ഡോക്ടർ, ഒരുപക്ഷെ ആ സാധനം കിട്ടിയാൽ അതിനെ പഴയ സാധനമാക്കി മാറ്റാൻ സാധിക്കുമോ? ഫോറിൽ ഇതുപോലൊരു കേസ് വളരെയധികം സക്സസ് ആയതാണ്. നോ 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 ഫോറിനിലെ കാര്യം ഇവിടെ പറയണ്ട. അവിടെ നടന്നിരിക്കാം, നടക്കാം, നടക്കാതിരിക്കാം, നടന്നെന്നും ഇരിക്കാം. അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ നടക്കുമോ? അല്ല സാറേ, അത് ആ സമയം കഴിഞ്ഞു. ഇനി മഹിളാ സംഘ സെക്രട്ടറി മാധവി ചേച്ചി പറയൂ. ആ കുട്ടി ചെയ്തത് ശരിയായ കാര്യമാണ്. അപ്പോൾ മാധവി ചേച്ചിയുടെ അഭിപ്രായത്തിൽ കൈയും കാലും വെട്ടുന്നത് പോലെ സാധനം വെട്ടുന്നതും ശരിയാണെന്നാണ് പറയുന്നത്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ പുരുഷന്മാർക്കാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഈ അഭിപ്രായം പറയുമോ? സാർ, ഒന്നും മിണ്ടാതെ ഇരിക്കാമെന്ന് കരുതിയ വീട്ടിലുള്ളവരെന്തിനെ വലിച്ചൊഴുക്കുന്നത്? ശരി, നിങ്ങളിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ പറയൂ കൃഷ്ണൻകുട്ടി. പണ്ടുള്ള പൂവാലന്മാരോട് പെണ്ണുങ്ങള് ഫോൺ കട്ട് ചെയ്താ പ്രതികരിച്ചത്. ഇപ്പൊ വേറെന്തൊക്കെയാണ് കട്ട് ചെയ്യുന്നത്? ഇത്രയും ക്രൂരത കാണിച്ച ആ പെണ്ണിനോട് നമ്മൾ തീർച്ചയായും നോ 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 നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അത് സമ്മതിച്ച് തരികയുമില്ല. ആണുങ്ങളുടെ അക്രമം സ്ത്രീകൾ പ്രതിരോധിക്കരുതെന്നാണ് നിങ്ങൾ പറയുന്നത്. അതങ്ങനെയല്ല സർ. നിങ്ങൾ അങ്ങനെ പറയല്ലേ. എല്ലാ ആണുങ്ങളും ശ്രീരാമനെ പോലെയാണെന്ന് നിങ്ങൾ കരുതിയോ? ഇപ്പോൾ അതല്ല കാര്യം. അതായത് സാധനം പോയി. വാട്ട് ടു ഡു ടു ഡു ടു ഡു ടു ഡു. അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. സരോജ, ആ സാധനം കൊണ്ടുവരൂ. പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നമുക്ക് കണ്ടു നോക്കാം. രാക്ഷസനെ സംഹാരം ചെയ്യുക തന്നെ വേണം. ദേവത വരുന്നത് നമുക്ക് കാണാം. നമ്മൾ നല്ല സമുദായത്തിലില്ല സ്വാമി. ആ സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ രാഹുലിന്റെ ഗതി. ഐ എം വെയിറ്റിംഗ് ഫോർ സരോജ. ആ ചേച്ചി ചെയ്തത് ശരിയാണ്. സരോജ ചെയ്തത് 100% ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഇതിന് പകരം അവനെ കൊല്ലാമായിരുന്നു കേട്ടോ. അവൻ അവള് ശരിക്കും പാഠം പഠിപ്പിച്ചു. കലിയുഗം സ്വാമി, കലിയുഗം. Beware of womanizers. സരോജ ചേച്ചി ചെയ്തത് വളരെ ശരിയായ കാര്യമാണ്. സാധനം ഹോസ്പിറ്റലിൽ രാഹുൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും ഞങ്ങളുടെ വോട്ട് സരോജയ്ക്ക്. അയ്യോ ഡോക്ടറെ, കുത്തുമ്പോ നോക്കി കുത്തണേ. ജ്യൂസാ? കുറച്ച് വിഷം കൂടി അതിനകത്ത് കലക്കി കൊടുക്കവന്. നിനക്ക് വന്ന് ചാവൻ ഈ ഹോസ്പിറ്റൽ മാത്രമേ കണ്ടുള്ളൂ. വേറെ എങ്ങും പോകാൻ നിനക്ക് തോന്നിയില്ലേ? ഈ ഹോസ്പിറ്റല് എന്റെ അപ്പന്റെ 50 വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമാ. 5 മണിക്കൂർ, വെറും 5 മണിക്കൂർ കൊണ്ട് എല്ലാം തകർത്തു നീ. സന്മൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ജനങ്ങളൊക്കെ സാധനം ഹോസ്പിറ്റൽ എന്ന് ഇപ്പൊ പറയുന്നത്. ഈ കമ്പൗണ്ടർ ഇതിനെ ദേഷ്യപ്പെടുന്നില്ല. നാളെ ഇതുപോലെയുള്ള രോഗികൾ ഇങ്ങോട്ട് വന്നാൽ നാളെ ഞാൻ അവിടെ പോയി ചാവും. നിങ്ങൾ ചിരിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി 1 മണിക്കൂറുള്ളിൽ നിങ്ങളുടെ മകന്റെ സാധനം വന്നില്ലെങ്കിൽ പെൻഡുലമില്ലാത്ത ഘടികാരം പോലെയോ. ഘടികാരം ഉണ്ടാവും, പക്ഷെ അതിൽ സമയം ഉണ്ടാവില്ല. അയ്യോ, ഇനി 1 മണിക്കൂറേ സമയമുള്ളൂന്നോ? ഡോക്ടർ, ഇത്തിരി ഇല്ലാത്ത സാധനം വെച്ചോണ്ട് ഈ ഹോസ്പിറ്റലിൽ മൊത്തം നാണകെടുത്തില്ലടാ. ഇവന്റെ സാധനം കാരണം മറ്റുള്ളവന്റെ സമാധാനം കിട്ടും. ഓ സർ, ഇനി 1 മണിക്കൂറും കൂടെ അയാൾക്ക് ആയുസുള്ളൂ. ലീക്ക് ചെയ്തേക്ക് സാർ. എന്ത് ലീക്കാ? ന്യൂസ്. ഓക്കേ. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞായിരുന്നോ? സമയദോഷം. ആ കമ്പൗണ്ടർ എന്തിനാ വന്നിട്ട് ചൂടായി പോയിരുന്നു? നീ ഒന്നും പേടിക്കണ്ട, അവനെ ജോലി ഞാൻ പറഞ്ഞു വിടും. നമസ്കാരം സാറേ. നമസ്കാരം. ഇവിടെ ഏതോ പൈപ്പ് പൊട്ടിന്ന് പറഞ്ഞു. ഞാൻ പ്ലംബറാണ്. പൈപ്പ്? അതെ, പൈപ്പാണ് പൊട്ടിയത്. ബട്ട് ഹൗ ടു ഫിക്സ്? MCയിലും POP എല്ലാം റെഡിയാണ്. 2 മിനിറ്റ് സമയം തന്നാ മൊത്തം ഫിക്സ് ചെയ്തേക്കാം. ഒട്ടും ലീക്ക് ഉണ്ടാവില്ല. 150 രൂപ കൂടുതൽ 10 പൈസ തരും. എന്താ കുറെ ദൂരത്തു നിന്നാ സാറേ വന്നിരിക്കുന്നത്. കുറച്ച് കൂട്ടി തരണം. എഴുന്നേക്കാതെ തയ്യല് പൊട്ടി പോകാം. അയ്യോ സരോജ, ഇനിയും 1 മണിക്കൂറിനകം രാഹുലിന്റെ സാധനം കിട്ടിയില്ലെങ്കിൽ രാഹുലിന്റെ അവസ്ഥ വളരെ ഗുരുതരമായിരിക്കുമെന്ന് ഡോക്ടർ അറിയിച്ചു. യെസ്, ഞാനിപ്പോ അവിടെ എത്തേണ്ട സമയമായി. പക്ഷെ 1 മണിക്കൂറിനുള്ളിലല്ല, 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. I will go live in a hour. I'm on the way. ഗേൾസ്, ഒന്ന് വേഗം വാ ഇങ്ങോട്ട്. ഗേൾസ്, പോലീസ് വന്നോണ്ടിരിക്കുക. സരോജയെ പറ്റി ചോദിച്ചാ ആരും ഒന്നും പറയണ്ട. ഓക്കേ? ആവൂ, നല്ല കുട്ടികള്. നിങ്ങളിൽ സരോജ ആരാണ്? ഇത്രയും സരോജമാരും നിങ്ങളിൽ യഥാർത്ഥ സരോജ ആരാണെന്ന്
ഇവിടെ വെച്ച് പറയുന്നു അതോ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണോ? അവള് സരോജയല്ലേ, അവള് തന്നെ പറയട്ടെ. എടാ അങ്ങനെ നോക്കാതടാ, പിന്നെ നിന്റെയും കട്ട് ചെയ്യും. നീയാണോ സരോജ? അതെ. അതെവിടെ ഉണ്ട്? എന്ത് സർ? അത് എന്താണെന്ന് സാറ് വെച്ചാ മാറ്. നമ്മുടെ ഈ ലോകത്തിലെ ആമ്പിളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഓർഗണ്. എന്ത് കണ്ണ സാധനം? ഓ, ഫോറിനിൽ നിന്ന് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് ഇവരെങ്ങനെയാ മനസ്സിലാക്കിയേ? ഇവളെന്താ അത്രയ്ക്ക് അങ്ങ് ആലോചിക്കുന്നേ? എന്റെ ഊഹം ഇനി ആ ഷീലെങ്ങാൻ വല്ലതും പറഞ്ഞു കാണുമോ? പറയടി സർ. അത് സർ ഒന്നേ ഉള്ളൂ. എന്ത് ഒന്നേ ഉള്ളൂ എന്നാ? അപ്പൊ നിനക്ക് ഇത് തന്നെയാണ് പരിപാടി? സാറേ, എന്താണിത്? നിങ്ങളുടെ നാട്ടില് ഇങ്ങനത്തെ പെൺകുട്ടികളും ഉണ്ടാ? മിണ്ടാതില്ലടാ. കൈയും കാലും മുറിച്ചതൊക്കെ കണ്ടിട്ടുണ്ട്, ഇനി ഇതും കൂടെ കാണണോ? ശരി വാ. പെട്ടിയിലാണ് വെച്ചിരിക്കണത്. ഒന്ന് വേഗം ആട്ട് വെച്ചേ. ഫോറിനായിട്ടുവാ? അപ്പൊ നമ്മുടെ ഗവൺമെന്റ് പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടില്ല അല്ലേ? സരോജയുടെ കേസിൽ പുതിയൊരു വഴിത്തിരിവ് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. തന്റെ സോഷ്യൽ മീഡിയ വഴി തന്നിരിക്കുന്ന അപ്ഡേറ്റ് ഇതാണ്. സരോജ വരുമോ? കൊടുക്കേണ്ട സാധനം കൊടുക്കുമോ? കാത്തിരുന്ന് കാണാം. ഹലോ, നമുക്കേ ഒന്ന് പുറത്തു പോയാലോ? എക്സ്ക്യൂസ് മീ, ഇയാളോടൊന്ന് സംസാരിക്കാനുണ്ട്. ഹലോ, നീ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ സത്യമായിട്ടും ചത്തുകളയും, വേറെ വഴിയില്ല. ഒരിക്കലും നടക്കില്ല. ഇനി പറയരുത്. സർ, ഒരു 5 മിനിറ്റ് തരൂ സർ. ഞാൻ എന്തായാലും ന്യൂസ് തരാം സർ. സർ, ഒരു 5 മിനിറ്റ്. സർ, രാഹുലിന്റെ അമ്മ വന്നിട്ടുണ്ട്. മാം, സരോജ ലൈവിൽ വരാൻ ഇനി 1 മണിക്കൂർ എടുക്കും. അതിന്റെ ആയുസ് ഇനി 1 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ ഇനി എന്താ ചെയ്യുക? എനിക്ക് ആകെ ടെൻഷനാണ്. ഇപ്പൊ ആലോചിക്കാനുള്ള സമയമില്ല. ദയവ് തന്നെ വിട്ടേക്ക്. മാം, ഒരു ഐഡിയ ഉണ്ട്. കാശ് കൊടുക്കാന്ന് പറ. അവൾ എവിടെയുണ്ടെങ്കിലും തിരിച്ചു വന്നോളും. എന്ത്? നമ്മുടെ സാധനത്തിന് നമ്മള് കാശ് കൊടുക്കണമെന്നോ? നല്ല കാര്യമായി. ഗിരിയപ്പ, ഇതൊന്നും ശരിയാവില്ല. വാ പോവാ. നിന്നെ എന്തായാലും കൊടുക്കാം. എത്രയാ മാം ഓഫർ ചെയ്യുന്നേ? അത് ഒരു 10. വെറും 10? അല്ല, വേണമെങ്കിൽ ഒരു 20. എങ്കിൽ പകുതി കിട്ടും. എന്താ പറഞ്ഞേ? അതല്ല മാഡം, ഇത് നിങ്ങളുടെ കുടുംബത്തിന് അഭിമാന പ്രശ്നമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആയിക്കോട്ടെ. അല്ല, ഒരു 5-10 കൂടെ. 50 കറക്റ്റ് ആണ് പറഞ്ഞത്. 50 കൊടുത്താൽ തീർച്ചയായും തിരിച്ചു വരും. ഗിരിയപ്പ, രാഹുലിന്റെ കുടുംബം അവന്റെ സംഗതി തിരിച്ചു കൊടുത്താൽ 50 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. സാറേ, രാഹുലും അവന്റെ കുടുംബവും 1 കോടി രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫ്ലാഷ് ന്യൂസ് ആക്കാം സാറേ. ഇപ്പോൾ രാഹുലിന്റെ കുടുംബം സംഗതി തിരികെ നൽകാൻ 3 കോടിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. 3 കോടിയോ? ഓക്കെ, 5 കോടി തന്നുകൊള്ളാമെന്ന് രാഹുലിന്റെ കുടുംബം ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സരോജ, ആ സാധനം എത്രയും സാധനത്തിന് 5 കോടിയോ? ഒരിക്കലും സാധ്യമല്ല. 5 കോടിയാ? ഇത്രയും കോസ്റ്റ്ലിയാണ് ഇതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? രാഹുൽ, സാൻവി വന്നിട്ടുണ്ട്. നിന്റെ ഫിയാൻസി. ഞാനിവിടെ ഇല്ലെന്ന് നീ പറയടാ. ഞാനെന്താ ചെയ്യാ? എന്തുവാടാ ഇത്? പ്ലീസ് ഒന്ന് പറഞ്ഞു വിടറാ. എനിക്ക് വേണ്ട, ദയവ് ഇതൊന്ന് പറഞ്ഞു വിട. വേണ്ട, ഇങ്ങോട്ട് വരണ്ട. അയ്യോ, പണിയായിട്ട്. സാൻവി മോളെ, വാ. അവൻ പെട്ടെന്ന് തോന്നേ. വാ, ഇരിക്കേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ജസ്റ്റ് വർക്ക് ടെൻഷൻ, അതുകൊണ്ട് അഡ്മിറ്റ് ആയതാ. റിലാക്സ് എടുക്കാൻ വേണ്ടി. അറിയാം രാഹുൽ, ധൈര്യമായിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ പറയാനുള്ള ധൈര്യം ഇല്ല. ഐ എം സോറി. ഗെറ്റ് വെൽ സൂൺ. എനിക്കറിയില്ല. ഒന്നുമില്ല. അതെ ഒന്നുമില്ലെന്ന്
കണ്ടപ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട്. കരയാൻ കഴിയാത്ത ചിരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എന്റെ വേദന ഞാൻ ആരോട് പറയും? സൻവി പ്ലീസ് പ്ലീസ് തെറ്റായ തീരുമാനങ്ങളൊന്നും എടുത്തേക്കരുത്. തീർച്ചയായിട്ടും വരും. അത് പിന്നെ വേറെ ഒരു ശല്യം ഉണ്ടാവില്ല. ഗോഡ് പ്രോമിസ്. Listen, രാഹുൽ. സൻവി പ്ലീസ്. സോറി രാഹുൽ, കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ പോകുമ്പോ എല്ലാരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാ ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ സ്ത്രീധനമായിട്ട് കൊണ്ടുവന്നെന്നാ. എന്നാ പെണ്ണിന്റെ വീട്ടുകാര് ചോദിക്കുന്ന ചെറുക്കന് മറ്റെന്തെങ്കിലും അതില്ലാതെ വന്നാ. ഐ സോറി രാഹുൽ. സാൻവി നിക്ക് പ്ലീസ്. ഒന്ന് പറയണം സാൻവി. ഒന്ന് ചെല്ലടാ വേഗം. ഈശ്വര എല്ലാം പോയി. അയ്യോ എനിക്ക് വേദന. കിട്ടുമോ ഇവനെ ഞാൻ കിട്ടുമോ നീതി കിട്ടുമോ? ഇരിക്കുന്നു. പാട്ട് പാടിയാ നിനക്ക് എന്താടാ കുഴപ്പം? വെറുതെ അല്ല നീ ഇങ്ങനെ ആയത്. മാരേജ് ക്യാൻസൽ. ഈ കല്യാണം നടത്തിയത് ഞാനാണ്. ഞാനില്ലാണ്ട് നിങ്ങൾ സംസാരിക്കുകയാണല്ലേ. എന്റെ കാശ്, എന്റെ കമ്മീഷൻ കാശ് കിട്ടണം. ഉണ്ടായിരുന്ന മിഷനും ഇല്ല, ഇനി അവന് കമ്മീഷൻ വേണം. കമ്മീഷൻ തന്നില്ലെങ്കിൽ കേസ് കൊടുക്കും ഞാൻ. കൊടുക്ക്. ആദ്യം നിങ്ങളുടെ ഫീസ് പോകാതെ നോക്ക്, അത് കഴിഞ്ഞ് കേസ് കൊടുക്ക്. ഫ്യൂസാ? കോടിക്കണക്കിന് വാരിക്കൊടുത്താലും റെസ്പോൺസ് ഇല്ലാത്ത സരോജ. നമുക്ക് കാണാം. നമ്മളോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നത് കൗൺസിലർ സാധു. പറയൂ സർ, ഇപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്തായെന്നൊന്ന് പറയൂ. സോറി എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അത് ചെറിയ ബാഗിൽ വെക്കാൻ കപ്പലിന്റെ മുട്ടായി വല്ലതും ആണോ? മനുഷ്യന്റെ അവയവമല്ലേ വൃത്തികെട്ടത്. അത് ഇതിനുള്ളിൽ വല്ല നായോ കുറുക്കനോ ഒക്കെ കടിച്ചു കൊണ്ടുപോയി കാണുമെന്നേ. എന്നിട്ട് രാവിലത്തെ ആഹാരമാക്കി കാണും. ചിരി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. രാഹുൽ, ഐ ആം ഓൺ ദ വേ. അയ്യോ സരോജ, ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. I said I am on the way. സരോജ ഒരു മിനിറ്റ് ഒന്ന് പറയുന്നത് കേക്ക്. നിനക്ക് വേണ്ടിയ രാഹുൽ ഞാൻ ഈ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത്. ഇനി ഒരിക്കലും എനിക്ക് ഈ ഫോണിന്റെ ആവശ്യമില്ല. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. കുറച്ചു നേരം കഴിഞ്ഞ് വിളിക്കുക. അയ്യോ ഇത് കുറച്ചു നേരം കഴിഞ്ഞ് വിളിക്കാൻ പറ്റുന്ന കേസല്ല. അയ്യോ എന്റെ അമ്മേ. ഷേക്ക് വേണം. കുടിക്കും മുമ്പ് ടോണിക് ബോട്ടിൽ ഷേക്ക് ചെയ്യാം. കോടിക്കണക്കിന് വാരിക്കൊടുത്താലും പിടികിട്ടാത്ത സരോജ. മോശമായ അവസ്ഥയിൽ രാഹുൽ. 1 മണിക്കൂറിനുള്ളിൽ 1 മണിക്കൂറിന് ശേഷം. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വേണ്ട സരോജ പ്ലീസ്. ഇത് 1 മണിക്കൂർ കഥ. ലെറ്റ്സ് കം ടു ദ പോയിന്റ്. സരോജ ഇപ്പോൾ എവിടെയാണ്? ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപറ്റി സംസാരിക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാർ ഇപ്പോൾ ചർച്ചയിലുണ്ട്. എന്താണ് പറയുന്നത് നോക്കാം. പറയൂ സർ. ഇത് ശരിക്കും എതിർകക്ഷികളുടെ ചതി തന്നെയാ. ഇത് ശരിക്കും ഒരു പെണ്ണിന്റെ കൈ പ്ലാൻ കൊടുത്തിട്ട് മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതാ. അല്ലെങ്കിൽ ഏത് പെണ്ണാണ് ഇങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ പ്രധാന ഭാഗം അറുത്തുമാറ്റുക? ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. ഡൽഹി പാർലമെന്റിൽ പോയിട്ടായാലും ഞാൻ ആ പയ്യന്റെ ശരീരത്തിൽ നിന്നും വേർപെട്ട ഭാഗം തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. അതെങ്ങനെ നടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾ നോക്കിക്കോ. ഞാൻ എങ്ങനെ കൊണ്ടുവരുന്ന നിങ്ങൾ കണ്ടോ? അതിനെനിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ എന്റെ രാജി സമർപ്പിക്കും. ആരുടെ സാധനമായാലും ഞാൻ തന്നെ കൊണ്ടുവന്ന് കൊടുക്കും. വൃത്തികെട്ടവന്മാരെ, എന്റെ പാർട്ടി എന്ന് പറഞ്ഞ് തമ്മിലടിക്കുന്നില്ലേ നിങ്ങൾ? എന്റെ സംഗതി എങ്ങനെയാടാ നിങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായി? സർ, അത് നിങ്ങളുടെ സാധനമാണെന്ന് എന്തെങ്കിലും തെളിവുകളോ രേഖകളോ ഉണ്ടോ? എന്ത് തെളിവാ നിങ്ങൾക്ക് വേണ്ടത്? എന്റെ കക്ഷിയുടെ ചിഹ്നവും അത് തന്നെയല്ലേ? കൊഞ്ചിച്ചോ. മറ്റവന്റെ ഗതി പോലെ ആവരുത്. വേഷം കൊടുത്ത് കൊല്ലവനാ. ഇവനൊരു കാലം തന്നെ പേഷ്യന്റിനെ വെറുതെ പേടിപ്പിക്കുക.
ഇവനാണെങ്കിൽ ചെറിയ സാധനം വലിച്ചു വലിച്ചു വലുതാക്കുക. ഡോക്ടർ ചെയ്യുന്ന ജോലിയിൽ ഉത്സാഹമൊന്നും കാണുന്നില്ല. ഇവിടുതാ. ഈ ഡോക്ടറിന് എന്നെ ഒരു മൈൻഡും ഇല്ല. അതെ സാറേ വാനേ ഇത് തന്നെ ആ സാധന ഹോസ്പിറ്റൽ. സാധന ഹോസ്പിറ്റലോ? അയ്യോ ഡോക്ടർ, അല്ല സന്മാന ഹോസ്പിറ്റൽ. സന്മാന. ആ ഫോൺ കട്ടായി. ഓമനക്കുട്ടി, നീ ആ വാതിലടയ്ക്ക്. സോറി ഡോക്ടർ. നീ എന്താണ് പറഞ്ഞത്? ഇത് സാധന ഹോസ്പിറ്റലാണ് എന്നാ കേട്ടോ. നിന്റെ സംഗതി എടുത്ത് അവര് ഫിറ്റ് ചെയ്തു. ഓമനക്കുട്ടി, നീ ഓപ്പറേഷനുള്ള സാധനം എടുത്ത്. അയ്യോ ഇത് വേണ്ട, ഇതിന് പകരം എന്റെ ശമ്പളം വേണമെങ്കിൽ കട്ട് ചെയ്തോ. എന്താ ശമ്പളം? ഇത് മാത്രം കട്ട് ചെയ്യില്ലേ, ഞാൻ നിങ്ങളുടെ കാല് വേണമെങ്കിൽ പിടിക്കാം. അങ്ങനെയാണല്ലേ? എങ്കിലേ നിന്റെ 3 മാസത്തെ ശമ്പളം കട്ട്. സാധനാശുപത്രി എന്ന് പറഞ്ഞതിന് 3 മാസം കട്ടാ. ഇപ്പോ 6 മാസത്തെ ശമ്പളം കട്ട്. സമാധാനമല്ലോ? ഓർഗൻ ഡോണേഴ്സ് വന്നിട്ടുണ്ട്, ഒന്ന് വന്ന് നോക്കൂ. ഇതിനും ഡോണേഴ്സ് വരുന്നുണ്ടോ? നിന്നെ ഞാൻ വിടില്ലടോ. അങ്ങനെയൊന്നും പറയല്ല, ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്. നീ എന്തെങ്കിലും എന്റെ മുന്നിൽ വന്ന് പെടുവടോ. നമസ്കാരം സർ. നമസ്കാരം സർ. ഞങ്ങളെ ഒന്ന് എങ്ങനെയെങ്കിലും എല്ലാവരും സമാധാനമായിട്ട് ആരാ ആദ്യം വന്നത്? സാർ ഞങ്ങൾ ആദ്യം വന്നത്. സാർ ഇങ്ങേരുടെ എടുത്തോളൂ സാർ. ഇങ്ങേർക്ക് 26 മക്കളാ. കല്യാണം കഴിഞ്ഞ പിന്നെ വീട്ടിൽ തന്നെ കിടപ്പ്, പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഓ സോറി, ഇത് ദാനം ചെയ്യാനുള്ള ബോഡിയല്ല, ദഹിപ്പിക്കാനുള്ള ബോഡിയാ. അത് നടക്കട്ടെ. താങ്ക്സ്. ഇങ്ങനെയൊക്കെ വീട്ടിൽ ചോറ് കൊടുക്കണം. കഷ്ടം. ഇയാളുടെ എടുത്തോ സാറേ. ഇയാളുടെ ലുങ്കി ഒരിക്കലും അരയിലിരിക്കില്ല, നാട് മൊത്തം കറങ്ങി നടക്കുക. സാറേ ദേവി ഇത് എടുക്കല്ലേ സാറേ. അത് എടുത്തു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യൂടി? അത് തന്നല്ലോ. വീട്ടില് 3, ദാ ഇവിടെ 1. ഇനി എന്തിനാ എനിക്ക്? നിങ്ങൾ എടുത്തോ സാറേ. എത്ര തന്നാലും കുഴപ്പമില്ല സാറേ. സാർ എന്നെ വിട്ടേക്ക് സാറേ. ദേവി ഇത് വേണ്ട സാറേ. കൂടയിലിരിക്കുന്ന മുട്ട ഉടച്ചു കഴിഞ്ഞാൽ സാറ് തന്നെ പാവം കിട്ടും സാറേ. അതെ, സാർ ഞാനിപ്പോ ആളെ പിടിച്ചോണ്ട് വരാം. അതെ അവിടെ നിൽക്കാനല്ലേ നിങ്ങളോട് പറഞ്ഞു. സാർ ഇങ്ങോട്ട് നോക്ക് സാറേ. ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. സാർ ഇങ്ങോട്ട് നോക്ക്, താഴേക്ക് നോക്ക്. എടാ ചക്കരക്കുട്ട, നിന്റെ അച്ഛനും അമ്മ എവിടെ? ഞാനാണ് സാറേ ഡോണർ. ഈ അറേഞ്ചാണ്. എന്തിനാ മോനെ? ബാക്കിയാരെ എവിടെ? സാറേ എന്റെ മുഴുവൻ രൂപ ഇങ്ങനെയാണ് സാറേ. ഞാനൊരു കുള്ളനായതുകൊണ്ട് എനിക്ക് ആരും പെണ്ണ് തരത്തില്ല സാറേ. ഇത് വെച്ച് ഞാൻ എന്നാ ചെയ്യാനാ സാറേ? അതുകൊണ്ട് ഇത് ദാനം ചെയ്തിട്ട് ആ പണം കൊണ്ട് വലിയൊരു കട വെക്കാന്ന് വിചാരിച്ചു സാറേ. ഇത്രയും ചെറിയ ശരീരത്തിൽ ഇങ്ങനെ ഒരു ഐഡിയോ? ആ, നിന്റെ മനസ്സ് ഒരുപാട് വിശാല. എന്നാ നിന്റെ ശരീരത്തിൽ എന്നാ വീട്ടിലേക്ക് വിട്ടോ. പോയിക്കോ, നിന്റെ വീട്ടിൽ പോയിക്കോ. സാർ ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. എന്താ? നമസ്കാരം സാറേ. സാറേ എന്റെ ഫ്രണ്ട് രാജു എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവന്റെ സംഗതി വേണമെങ്കിൽ എടുത്തോ. അത്രയും നല്ലതായിട്ടോ? സൂപ്പർ സാധനം സാറേ, ഫ്രഷ്. കൊണ്ടുവരാൻ പറ, ഞാൻ നോക്കട്ടെ. വലത്തെ കയ്യിൽ കാശ് കൊടുക്ക്, ഇടത്തെ കയ്യിൽ സാധനം മേടിച്ചോ. സാധനം കാണാതെ എങ്ങനെയാ കാശ് വരുന്നത്? അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു 10,000 രൂപ അഡ്വാൻസ് ഞാൻ ഉടനെ വണ്ടി അറേഞ്ച് ചെയ്ത് അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്താ വണ്ടി അറേഞ്ച് ചെയ്യണോ? അത്ര വലിയ ആളാ? അത് 4 കാലുണ്ട് സാറേ. 4 കാല? കഴുതയ്ക്ക് 4 കാലല്ലാതെ 3 കാലുള്ളൂ. കഴുത? എന്താ എന്താ സാറേ അഡ്വാൻസ് തരാൻ കാശ് നോക്കുകയാണോ? ഫുൾ ലോഡ് ചെയ്ത തോക്ക് എവിടെയാ നോക്കായിരുന്നു. കോടികൾ വേണല്ലേ? ഇഡിയറ്റ്. പറയൂ കാമര സാർ, എന്ത് നടക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ക്ലിനിക്കിൽ നിന്ന് കാണാതെ പോയ പ്രധാനപ്പെട്ട സാധനങ്ങളെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോ എന്ത് പറയാനാ? അതെ, നമ്മൾ ഈ വാഴത്തണ്ട് മുറിച്ചു കഴിഞ്ഞാലേ അതിന്റെ സത്ത് എത്ര നേരത്തേക്ക് ഉണ്ടാവുന്ന ആർക്കറിയാം. അതുപോലെ തന്നെ ഏതും വേഗം തീർത്ത് വിട്. ഏയ് മര്യാദക്ക് ഇരുന്നോണം. എല്ലാ ഗസ്റ്റും വേറെ ചാനലിലൊക്കെ പോയിരിക്കുക. സംഗതി കിട്ടുന്നിടം വരെ മര്യാദക്ക് ഇവിടെ ഇരുന്നോണം. എടാ ഗണ്ണെന്തിനാണ് ഇങ്ങോട്ട് ചൂണ്ടി വെച്ചിരിക്കുന്നേ? സാധനം കിട്ടിയില്ല എന്നുള്ള പ്രോഗ്രാമില് TRP കൂട്ടാൻ വേണ്ടിയിട്ട് എന്റെ സാധനത്തെ ഡാമേജ് ചെയ്ത് 3 ദിവസം പ്രോഗ്രാം വലിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ? ആ ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും. രാഹുൽ, നിന്റെ ഗുണം പിടിക്കാത്ത ഈ ലൈഫുണ്ടല്ലോ, അതിനൊരു മാറ്റം വരുത്തി തിരികൊളുത്താൻ വേണ്ടിയാ ഇയാൾ വന്നത്. നല്ല മനുഷ്യനാ. മീറ്റ് മിസ്റ്റർ മാധവ്, മോർച്ചറി മാധവ്. പറയൂ സാർ. ഫ്രഷ് ബോഡി മോർച്ചറി നടത്തുകൊണ്ട് തരട്ടെ. ഇപ്പൊ കൊണ്ടുവന്നതാ. എന്താ അങ്കിൾ ഇതൊക്കെ? സാധനല്ലേ?
സാധനം തന്നെ. സാധനം പറയടാ മോനെ. വേണ്ടോ തല്ലല്ല മോനെ. അയ്യോ വേണ്ട വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞു. വേണ്ട വേണ്ട, അയ്യോ ചെയ്യല മോനെ. അയ്യോ പ്ലീസ് ചെയ്യല. വേണ്ടടാ മോനെ, വേണ്ടടാ മോനെ. അയ്യോ താങ്ക്സ് മഹാദേവാ, ഇതിനിടയിൽ മുങ്ങിയല്ലേ? ആഹാ, ഇന്നെൻ്റെ സമയം ശരിയല്ല, അതാ ഇങ്ങനെ. ഓക്കെ, നിങ്ങൾക്കെല്ലാം തമാശയാണല്ലേ? ഇതാ സാർ അവര് താമസിച്ച മുറി. നീയാണോടോ മാനേജർ? അതെ സാറേ. അവര് താമസിച്ച ഈ മുറിയിലാണോ? ഇവിടെ തന്നെ സാറേ. നീ പുറത്തോട്ട് പോയിക്കോ. ശരി സാർ. എടോ സുനിലേ, പറയൂ സാർ. എല്ലായിടത്തും നോക്കണം, എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കത്തില്ല. ശരി സാർ. സാറേ ഞാനും പോയി നോക്കട്ടെ സാറേ, പ്ലീസ്. എന്തിനാടാ? സാറിന് അറിയില്ല, 5 കോടിയാണ്. അത് വെച്ച് നീ എന്ത് ചെയ്യൂടാ? എനിക്ക് വേണമെന്ന്. രാത്രിയിൽ കക്കാൻ നടക്കണ എന്നെ പോലത്തെ പാവം കള്ളന്മാർക്ക് ഹൈഫൈ PG അക്കോമഡേഷൻ ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അതിൽ തെറ്റുണ്ടാ? ഇത് നിന്റെ വായി കുത്തി കയറ്റിയാ എതിലേക്കൂടെ ഇത് പുറത്തു വരുമെന്ന് എനിക്കറിയത്തില്ല. എന്നാ ക്യാൻസൽ, ഞാൻ നിർത്തിയെന്ന്. സാറേ ഞാൻ എന്താ വരുന്നട്ടാ. സാർ എന്തുവാടു? ഇവിടെ ഒന്നും കാണുന്നില്ല സാർ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? എവിടെയാ സാർ കണ്ടത്? പാന്റിന്റെ സിബറോ? നീ കള്ളനാണെങ്കിലും നല്ല ചന്തമുണ്ട് ട്ടാ. സാർ കണ്ടു സാറേ. വാ സാറേ. അയ്യോ സാറേ കിട്ടിയാ? എന്നാ പിന്നെ നമുക്ക് പങ്കിട്ടെടുക്കാം സാറേ. എനിക്ക് ഇത്തിരി മതിയെന്ന്. കീഴുണ്ട് സാറേ. നിന്റേതാണോ? എന്റെ അല്ല സാറേ, കട്ടിലിന്റെ കീഴെ. പുറത്തെടുക്കടോ. എന്താ എടുക്കണ്ടേ? നിന്റെ അല്ലടാ, അടിയിലുള്ളത്, കട്ടിലിന്റെ അടിയിലുള്ളത്. ഓക്കെ സാർ. സാർ 3 എണ്ണം ഉണ്ട് സാർ. എന്ത് 3 എണ്ണോ? എന്താണ് നമ്മുടെ ഈ നാടിന് പറ്റിയത്? ഒന്ന് വേഗം എടുക്കടോ. അത് ഭയങ്കര സോഫ്റ്റ് ആയി സാറേ. സാരമില്ല, എടുക്ക്. സാർ വാഴപ്പഴമാണ് സാറേ. സാർ എന്താ ചെയ്യാ? എടുത്ത് വായിലിട്ടോടാ. കൊണ്ടുപോയി തിന്ന്. നിന്നെ ഞാൻ തിരിച്ചു വന്ന് കാണിച്ചു. നമ്മുടെ ഹീറോ അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇത്രയും ദൂരം വന്നു. ഇത് അവിടെയായിരിക്കും ഉണ്ടാകുക. എന്തത്? ഇവനെന്തീ കിടന്ന് തപ്പുന്നു? സാറേ എനിക്ക് കിട്ടിട്ടാ, കിട്ടീന്ന്. ഇത് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ്, ഞാൻ വിട്ടു തരില്ലട്ടാ. നീ എവിടെ പിടിച്ചിരിക്കുന്നു നിനക്ക് അറിയോ? എന്റെയാണ്, ഞാനാണ് എടുത്തത്, ഞാനാണ് ആദ്യം കണ്ടുപിടിച്ചത്. വിവരം കേട്ടവനെ, നീ പിടിച്ചിരിക്കുന്നത് എന്റെ ആസ്ഥാനത്താണ്. പിടിക്കുമ്പോ ചെറുതാണെന്ന് കണ്ടപ്പോഴേ വിടണ്ടായിരുന്നു. അയാളുടെ സാധനം പോയി. നിന്നെ ഞാൻ സാറേ, അയ്യോ ഇവിടെ എവിടെയാണ്ടാ പെനായിൽ വെച്ചിരിക്കണത്? എനിക്ക് കൈ കഴുകാനാണ്. പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സരോജ ഇപ്പോൾ എവിടെയാണ്, എങ്ങനെയാണ് എന്നതാണ് ചോദ്യം. പിടിച്ചു കൊടുക്കൂന്ന് പറഞ്ഞ് ഞാൻ എവിടെ പോയി പിടിച്ചു കൊടുക്കാനാ? സർക്കാർ ഈ വിഷയത്തിൽ വീണ്ടും മൗനം തുടർന്നുകൊണ്ടിരുന്നാൽ നാളെ മുതൽ ഞങ്ങൾ സ്ട്രൈക്ക് തുടങ്ങും. അവന് താഴെ സംഗതിയുണ്ടോ? അവന് ഇരിക്കാൻ പറ്റുമോ? ഈ വക ഊള ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എന്നെ കിട്ടുകയില്ല. അവരവരുടെ സാധനങ്ങൾ അവരവര് സ്വന്തമായിട്ടാണ് സൂക്ഷിക്കേണ്ടത്. എന്നെ പോലെ. ഇല്ലെങ്കിൽ ഇല്ലെന്നങ്ങ് കരുതുക വേണം. എന്നെ പോലെ. എല്ലാ ന്യൂസ് ചാനലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പെണ്ണുങ്ങൾ ഇങ്ങനെ അവഹേളിക്കുന്ന ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. സരോജ പ്ലീസ് മോളെ, ഞാൻ തൊഴുതു പറയാ, അതിങ്ങ് കൊണ്ടുപോവാ. സരോജയെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് ആരും കരുതണ്ട. ഞാനുണ്ട്. വണ്ണാനുള്ളി വെങ്കിട്ടരാമൻ. മനസ്സിലായില്ലേ? എന്താ ചെയ്യുന്ന ഡോക്ടർ? നീലവാനത്തെ കണ്ടു മയിൽ നടനമാടവേ തോഴിയോട് ഉടനെ. ഞാൻ ഈ നില ഇരിക്കുമ്പോ നീ കഥകളി കളിക്കുന്നല്ലേ? ഡോക്ടർ എന്തെങ്കിലും ചെയ്യോ? ഇവനെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇന്ന് 2-1 കണ്ടറിയണം. അവൻ കഥ കടത്തില്ലോ.
നീ എന്തിനാ എന്റെ മുറിയിലേക്ക് വന്നത്? അല്ല എന്തിനാ വാതിലടച്ചത്? പേഷ്യന്റ് അങ്ങനെ ഇങ്ങോട്ട് വരാൻ പാടില്ല. എന്താ നിന്റെ ഉദ്ദേശം? ഇവനെന്താ വില്ലന്മാര് വരുന്ന പോലെ വരുന്നത്? ദേഷ്യം വന്നപ്പോ ഞാൻ ഒന്നും രണ്ടും പറഞ്ഞെന്ന് കരുതി. അതുകൊണ്ട് ഡോക്ടറിന്റെ മേത്ത് കൈവെക്കുന്നത് വളരെ തെറ്റാണ്. അയ്യോ എന്റെ ദൈവം, എന്നെ രക്ഷിക്കണേ. നിന്റെ സാധനം ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് എനിക്ക് അത് ഫിറ്റ് ചെയ്ത് തരാം. എന്റെ അപ്പന്റെ പേര് പോയി, എന്റെ ഹോസ്പിറ്റലിൽ മാനം പോയി. ഞാനൊരു പാവപ്പെട്ടവനാണ്. എന്നെ നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നിന്നെ ശിക്ഷിക്കും. ഞാൻ കാല് പിടിച്ചു ഡോക്ടർ. ഇനിയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. ജീവിതാവസാനം വരെ നിങ്ങളുടെ ടോയ്ലറ്റ് ഞാൻ ക്ലീൻ ചെയ്തോളാം ഡോക്ടർ. എന്നെ രക്ഷിക്കേ പ്ലീസ്. അയ്യോ ഇത് കണ്ടില്ലേ എന്റെ അവസ്ഥ? ഇതിനാണോ നീ അകത്തേക്ക് വന്നത്? വില്ലന്മാര് വന്ന പോലെ. നിന്റെ മുഖം കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. ഒരു നിമിഷം ഞാൻ പേടിച്ചു പോയടാ. നിന്റെ പ്ലീസ് പേടിച്ചിട്ട് ബിപിയും കൂടി മരുന്ന് കഴിച്ചൊന്ന് കുറയ്ക്കട്ടെ. ഇത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. പുറത്ത് ആരോടും പറയാൻ നിൽക്കണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച്മാൻ പോലും എന്നെ മൈൻഡ് ചെയ്യില്ല. നടക്കും. നമുക്ക് ശ്രമിച്ചു നോക്കാം. ആരെങ്കിലും ദാനം തന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഫ്രണ്ട്സ്, അനിയ നീ വരാൻ പറഞ്ഞില്ലേ, എന്തിനാടാ? എടാ എന്തായാലും പറ, ഞാനുണ്ടല്ലോ ഇവിടെ. നിന്നെ ഞാൻ കൈവിടില്ല അളിയ. ചന്ദന പ്രഗ്നന്റ് ആയിരുന്നപ്പോ എന്റെ റെസ്പെക്ട് പോകരുതെന്ന് കരുതി അവളോട് അബോർഷൻ ചെയ്യാൻ പറഞ്ഞ് എനിക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയ നീയല്ലേ? നിനക്കല്ലാതെ ഞാൻ വേറെ ആർക്കാടാ ഹെൽപ്പ് ചെയ്യാ? പറഞ്ഞേ. ഈ ശരീരം നിന്ന് അച്ഛനമ്മയാണെങ്കിലും ഈ ഹൃദയത്തിൽ നീ മാത്രമേ ഉള്ളൂ. പറയടാ. അതല്ലടാ, അത് വേറെ ഒരു സംഗതി കിട്ടിയാലേ മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഡോക്ടർ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അത് തന്നാ എന്റെ കാര്യം നടന്നേനെ. അത് പിന്നെ 24 hours, ജസ്റ്റ് 24 hours ഞാനത് റീപ്ലേസ് ചെയ്ത് തന്നോളാം. എന്തു പറയുന്നു? പറയടാ, സമയം പോകുന്നടാ, ഒന്ന് താടാ. സമയമല്ലല്ലേ, ഡോണ്ട് വരി. നീ എനിക്ക് തരുമല്ലേ? ഞാന് നമ്മുടെ പങ്കജിനോട് തരാൻ പറയാം. മച്ചാനെ, ഫ്രണ്ട്ഷിപ്പിന്റെ വില അറിയോ നിനക്ക്? കൊടുക്കടാ, അവൻ തീർച്ചയായിട്ടും തരും. ആരുടെ സാധനം ആർക്കാടാ കൊടുക്കുന്നേ? നോക്കടാ, എന്റേത് വലിയ പ്രവർത്തനമൊന്നുമില്ല. മിനിഞ്ഞാന്ന് എന്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് എന്നെ തുപ്പിയിട്ട് അവളങ്ങ് പോയി. നീ വേണമെങ്കിൽ ഇവന്റെ എടുത്തോടാ. ശങ്കർ എവിടെ പോയി അവൻ? ശങ്കർ, എടാ ശങ്കു, ശങ്കു പ്ലീസ് അളിയ, എന്നെ ഒന്ന് സഹായിക്കടാ. മച്ചാനെ, ഇപ്പഴാ ഞാൻ ഓർത്തത്. ഞാൻ ഇതുവരെ ആർക്കും അത് കാണിച്ചിട്ട് പോലുമില്ല. ഞാൻ അതിനൊരു ബേബിയെ പോലെയാ നോക്കുന്നത്. വീട്ടിലാണെങ്കിൽ എനിക്കിപ്പോ കല്യാണാലോചനയും തകർത്തുമായി നടക്കുക. സോറി മച്ചാനെ, വരട്ടെ. നമ്പർ ബ്ലോക്ക് ചെയ്യണം. അളിയ, അത് പിന്നെ ഒരു കാര്യം. ഞാൻ നന്നായിട്ടിരുന്നപ്പോ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചിട്ട് ഇപ്പൊ ഒരു അത്യാവശ്യം വന്നപ്പം ആരും എന്റെ കൂടെ ഇല്ലല്ലേ. ഞാൻ ശരിയാക്കി തരടാ. എന്താ സഹോദര, എന്തുകൊണ്ടാണ് നിന്റെ സുഹൃത്തുക്കളൊക്കെ പേടിച്ച് ഇങ്ങനെ ഓടിപ്പോകുന്നത്? ചേട്ടാ, ഇത്രയും കാലമായിട്ട് ഞാൻ നിങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ല. പ്ലീസ്, ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എനിക്കൊന്നും ആയിട്ടില്ല. അതെ, നിനക്കായിട്ടില്ല. അതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി ഒന്ന് കൈവിട്ട് കളിക്ക് ചേട്ടാ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാടകത്തിൽ നിന്നും വരില്ലായിരുന്നു. എന്തൊരു വിധിയാണിത്! വിധിയുടെ വിളയാട്ടം. ഇതെന്തൊരു പരീക്ഷണമാണ്. സമ്മതിക്കുന്നു. എന്റെ കല്യാണം കഴിഞ്ഞു, എനിക്ക് 2 കുട്ടികളുമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. മരണം വരെ പൗരുഷമുള്ള ഒരു പുരുഷനായി എനിക്ക് ജീവിക്കണം. അതല്ലേ നല്ല മരണം. നോക്കൂ സഹോദര, ഞാൻ കർണനായി അഭിനയിക്കുമ്പോൾ കവചകുണ്ടലം കൊടുത്തിട്ടുണ്ട്, അത് സത്യം. പക്ഷെ അത് കർണൻ. പക്ഷെ ഞാൻ വെറും ഒരു അണ്ണനല്ലേ. വേണമെങ്കിൽ സ്വത്ത് മുഴുവനും നീ എടുത്തു, എനിക്ക് യാതൊരു പരാതിയുമില്ല. ഇതെന്റെ സ്വന്തം സാധനമാ. ഇതുമാത്രം ദേവിയത് നീ ചോദിക്കരുത് സഹോദര. പ്ലീസ് ദേവിയത് നീ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ സഹോദര? പല്ലുള്ളവൻ പക്കോട കഴിക്കാറില്ലേ? അങ്ങനെയില്ലെങ്കിൽ പൊടിച്ച്
പൊടിച്ചവൻ കഴിക്കും. സാധനം തിരിച്ചു കിട്ടിയാലേ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. അങ്ങനെയില്ലെങ്കിൽ കല്യാണം കഴിക്കുന്നവരെ കണ്ട് ഇവൻ സന്തോഷമായിട്ടിരിക്കും. കൂൾ. ക്ലോക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൽ സൂചി ഉണ്ടായിരിക്കണം. ഹലോ കിരൺ, പറയൂ ബോസ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. പറയൂ ബോസ്, എന്താ ചെയ്യേണ്ടത്? ആ പേഷ്യന്റിനോട് പഴയ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയും. തൽക്കാലത്തേക്ക് വേറെ മരുന്നൊന്നും കൊടുക്കണ്ട. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറ. കമ്പൗണ്ടർ, എനിക്ക് കുറച്ച് പ്രശ്നമുണ്ടല്ലോ, പക്ഷെ അതെന്താന്ന് മനസ്സിലാവുന്നില്ല. അതിന്റെ മൊന ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്താ അത്? മൂത്രം ഒഴിക്കാൻ മുട്ടി നിൽക്കുന്നതായിരിക്കും. പോയി മൂത്രം ഒഴിക്കാം. ഓഹോ, താങ്ക് യു താങ്ക് യു. കമ്പൗണ്ടർ നല്ല ബുദ്ധിമാനായ പയ്യനാണല്ലോ. മൂത്രം എവിടെ ഒഴിച്ചെന്ന് പറഞ്ഞേ? ഏത് മരുന്നാന്ന് പറഞ്ഞേ? ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. അറിഞ്ഞാലുണ്ടല്ലോ നാട് മുഴുവൻ ഇവള് പാട്ടാക്കും. പറ ചന്ദ്രികേ. എന്തു പറ്റി രാധ? ചുമ്മാ ടെൻഷൻ അടിച്ച് നടക്കുവാ? ക്ലബ്ബിൽ ഇപ്പൊ പഴയ പോലെ അത് വരുന്നില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ വീട്ടില് പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു മണി കാണാതെ പോയി ചന്ദ്രികെ. അതിന്റെ ഒരു ടെൻഷനാണ്. മണിയോ? അതിനെന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നേ? ചെറുതോ വലുതോ? കാണാൻ നല്ല സുന്ദരിയാണല്ലോ, ഇവളെ വളച്ചിട്ട് തന്നെ കാര്യം. പറയാ രാധ. അത് ഒരു മെറ്റൽ അല്ല പഞ്ചലോഹ. ഞങ്ങളുടെ വീട്ടിൽ ഒന്നിനും കൊള്ളാത്ത ഒരു മണി ഉണ്ടായിരുന്നു. അത് കാണാതെ പോയിരുന്നേ സങ്കടമില്ലായിരുന്നു. പഞ്ചലോഹത്തിന്റെ മണി കാണാതെ പോയി, അതാ വിഷമം. ഇങ്ങനെ വിഷമിക്കാതെ രാധേ, എന്റെ വീട്ടിൽ ഒരെണ്ണമുണ്ട്, വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. എന്റെ അമ്മായിയപ്പന്റെ ഒരെണ്ണവും എന്റെ ഭർത്താവിന്റെ ഒരെണ്ണവും. അമ്മായിയപ്പന്റെ കുറച്ച് പഴയ മണിയാ, പക്ഷെ അതിന് നല്ല ശബ്ദമുണ്ട്. സോറി. നീ ട്രൈ ചെയ്യുന്നുണ്ടോ? ഓൾഡ് ഈസ് ഗോൾഡ് അല്ലേ ചന്ദ്രിയെ? ഞാൻ ആവശ്യമുള്ളപ്പോ ചോദിക്കാവേ. ഇവിടെ ഉപയോഗശൂന്യമായ ഒരു മണിയുണ്ട് എനിക്ക്. അതൊന്ന് ഞാൻ അടിച്ച് പൊട്ടിച്ചിട്ട് ആവശ്യം വരുമ്പോ ഞാൻ ചോദിക്കാം. താങ്ക്സ് ചന്ദ്രികെ. ഭഗവാനെ, ഇയാളുടെ കണ്ണൊന്ന് കുരുടാകണേ. സ്വന്തം ഭാര്യ മുന്നിൽ കുത്തിയിരുന്നിട്ട് റോസപ്പൂ കൊടുത്ത് വശീകരിക്കുന്നില്ല. റോസപ്പൂ നിങ്ങളുടെ മോനെ നിങ്ങളെ പോലെ തന്നെയാ. നിങ്ങളെ കുറിച്ചായിരുന്നു വാർത്ത വരേണ്ടത്. അതിനു മുമ്പ് അവൻ വാർത്തയായി. ഒന്നും അറിയാൻ മേലാത്ത പോലെ നിൽക്കുക. പതുക്കെ അടിച്ചാ മതി. ഇവന്റെ സൗണ്ട് ഭയങ്കര കൂടുതലാ. ഉള്ള തല്ലു മേടിച്ചിട്ടേ താൻ ചാവാതെ നോക്കും. ഹലോ ഹലോ ഡോക്ടർ. ഡോക്ടർ വിനയ സാധനമാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. എന്താ 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 പറഞ്ഞത്? സാധനോ? ഫോണ് വയ്യടാ. ഡോക്ടറുടെ വായിലും വന്നല്ലോ. എന്താ ഇത്, വിനായക സാധനമെന്നോ? ഒരു ഡോക്ടർ ഇത്രയ്ക്ക് വൃത്തികെട്ടവനോ? എല്ലാം എന്റെ തലേവിധി. എന്റെ വായിന്ന് തന്നെ ആ പേര് വീണു. എന്റെ ആശുപത്രിയുടെ പേര്, എന്റെ അച്ഛന്റെ പേര്, ഇപ്പൊ എന്റെ പേരും. ഡോക്ടർ, എന്ത് പറ്റി? ഡോക്ടർ, കരയണ്ട പ്ലീസ്. ഞാൻ പോവാ. ഹോസ്പിറ്റൽ അടച്ചു പൂട്ടിയിട്ട് ഞാൻ ബജ്ജിക്കട തുടങ്ങാൻ പോവാ. ഡോക്ടർ, ഞാനോ? ഒന്ന് ഓടി ഓടുന്നു. ഇതെന്തിനാ ഇങ്ങനെ? ഞാൻ തുളു ഭാഷയിൽ കരഞ്ഞോണ്ടിരിക്കുക. നിനക്ക് മനസ്സിലാവത്തില്ല. ഒന്ന് ഓടി. അതെവിടെ ഉണ്ടായിരിക്കും? ഇവൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി തന്നെ ആയിരിക്കോ ഇങ്ങനെ ആലോചിച്ചോണ്ട് കുത്തിയിരിക്കുന്നത്? ഞാൻ കണ്ടിപ്പെടില്ല. അയ്യോ, അത് ഞാനല്ല. അവൻ തന്നെ, ആ സാധനത്തിന്റെ അപ്പൻ. ഈ വയസ്സാകാലത്ത് നിനക്ക് എന്നെ തടവാനാണോടാ തോന്നിയത്? അയ്യോ, എവിടെയായിരിക്കും? അയ്യോ, എവിടെയായിരിക്കും അത്? കാത്തുരക്ഷിക്കണേ. ഈ കേറി രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ ഈ യമൻ എന്നെ കൊണ്ടുപോകും തന്നെയാ തോന്നുന്നത്. അയ്യോ വേണ്ട 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 വേണ്ട, കാലകത്ത് വെക്കരുത്. അകത്ത് കുത്തിയാൽ നിങ്ങളുടെ മൂന്നാം കാല് തട്ടി നിരത്ത് മറിഞ്ഞു വീണ് നിങ്ങൾ ചാവേണ്ടതായിട്ട് വരും. അതോർത്താണെന്ന്.
നീ അത് കേട്ടില്ലേ? ഈ 2002 നമ്മൾ ഇതൊക്കെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ സാർ? കൂൾ. അയ്യോ, രാവിലെ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നു. ഇനി എനിക്ക് ആരുണ്ടോ? ആശുപത്രിയാകുമ്പോ ഇതൊക്കെ പതിവുള്ള കാര്യമില്ല സാർ. ക്വൈറ്റ് നാച്ചുറൽ. കൂൾ. ഒക്കെ പാടാ. ഹൈ വോൾട്ടേജ്. വരൂ സാർ. എവിടെയായിരിക്കും എന്റെ സഹോദരന്റെ ആ അവയവം? എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ കൗൺസിലിംഗ്. കൗരവ, ദാറ്റ് മസ്റ്റ് ബി ക്രേസി. കൗൺസിലിംഗ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ആണല്ലോ. പയ്യൻ ഭയങ്കരമായിട്ട് വളർന്നു പോയല്ലോ. അതും ഇതും എല്ലാം താങ്കളുടെ ലീല. ഒരേപോലെ തന്നെ, അച്ചടിച്ച പോലെ തന്നെ. അതെ അതെ, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. പ്ലീസ് കം സർ. താങ്ക് യു. ഇയാളാണ് രാഹുൽ. സാധു, പരമ സാധു. ഈ പുള്ളി അദ്ദേഹം. ഓ, നൈസ് ടു മീറ്റ്. ലേറ്റായി. ഡോക്ടറിന്റെ അടുത്തേക്ക് വേഗം കൊണ്ടുപോ. അത് സാരമില്ലെന്നേ, ധാരാളം സമയമുണ്ട്. അല്ല രാഹുൽ, കയ്യിലുള്ളതൊക്കെ കളഞ്ഞിട്ട് കിട്ടാത്തത് അന്വേഷിച്ച് പോകുന്നതാണ് നമ്മുടെ ജീവിതം. വേഗം കൊണ്ടുവന്ന് നോക്ക്. വെറുതെ ധൃതി പിടിക്കല്ലേ. കൂൾ. ഗുഡ്. നോക്ക് രാഹുൽ, DVG ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തിയിട്ട് വരും എന്ന് കരുതി കാത്തിരിക്കരുത്. എങ്കിലേ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവൂ. സോ വാട്ട് ഐ ആം ടെല്ലിംഗ് ഈസ്, പല്ലുണ്ടെങ്കിൽ പരിപ്പ് വട കഴിച്ചോളൂ. അതല്ലെങ്കിലോ പൊടിച്ചങ്ങ് കഴിച്ചോളൂ. അവയവം കിട്ടിയ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കേ. അല്ലെങ്കിലോ കല്യാണം കഴിച്ചവരെ കണ്ട് സന്തോഷിക്കേ. നിന്റെ ചിരി അടങ്ങിക്കോളും. കൂൾ. സംഗതി കിട്ടിയിട്ടുണ്ട്. ഈസ് ഇറ്റ്? ഹൗ? ആരുടെ? നിന്റേത്. കൗൺസിലിംഗിലെ ഫസ്റ്റ് ലെസൺ തന്നെ ചിരിയ. സോ അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് വന്നോണ്ടിരിക്കുക. എനിക്ക് ചിരിയുടെ അസുഖമുണ്ട്, അറിയാവോ? ഇതെങ്ങനെ സാധ്യമാകും? നമ്മുടെ സൈസും കളറും എല്ലാം വേറെ വേറെ അല്ലേ? ഹൗ ഇറ്റ്സ് പോസിബിൾ? ഹൗ? സാധ്യമാകും. അതിനുവേണ്ടിയാ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. റിയലി? അപ്പൊ കൗൺസിലിംഗ് എന്ന് പറഞ്ഞല്ലോ യുവമാര്. അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വരില്ലായിരുന്നല്ലേ? ആര് വരുവോടോ? ആരെങ്കിലും വരുവോ? നീ തന്നെ പറ. ആരെങ്കിലും വരുവോ? ആരെങ്കിലും വരുവോ? ഞാൻ പോവാ. ഓഹോ, ഇത് പഞ്ചതന്ത്രത്തിൽ വരുന്ന കൊരങ്ങിന്റെ കഥയെക്കാളും മോശമായല്ലോ. ഇവിടെ ഇവര് മുതലയാ, ഞാൻ കൊരങ്ങും. എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടണം. കൂൾ. അല്ല, ഫൂൾ. ദൈവം 3 പ്രാവശ്യം എനിക്ക് സിഗ്നൽ തന്നു, ഞാൻ കേട്ടില്ല. കൂൾ കൂൾ. എന്തോന്നാ? ഇല്ല, ഞാന് കൊടുത്തിട്ട് പോയാ മതി. അത് കൊടുക്കാതെ ഇവിടുന്ന് വിടില്ല. അതെ, കൊടുത്തേക്കാമല്ലോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. തനിക്ക് തരാൻ വേണ്ടിയല്ലേ ഞാനും വന്നത്. ഞാൻ തന്നേക്കാം. അവയവല്ലേ, അത് എന്റേതല്ലേ. എന്ത് സംഭവിക്കും? നീ എങ്കിലും സന്തോഷത്തോടെ ജീവിച്ചോ. കൂൾ. നോക്കിയേ രാഘുലെ, പല്ലുണ്ടെങ്കിലേ അല്ലെങ്കിലേ അപ്പോ അവലോസുണ്ട്. ടൈമിങ്ങിന് പറയുന്നുണ്ടല്ലോ അവൻ. കൊള്ളാം കൊള്ളാം, നീ നല്ല മിടുക്കനാടാ ബ്രദർ. നല്ല ബുദ്ധിയുള്ള പിള്ളേരാ. ഇവരെ എങ്ങും വിടണ്ട കേട്ടോ, വളരെ ഷാർപ്പാ. വീട്ടിലിരുന്ന് ഇഷ്ടമുള്ളത് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. കൗൺസിലിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കാശ് നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതാ. എന്റെ ഭാര്യ പങ്കജം, അവള് പോണ്ടെന്ന് പറഞ്ഞതാ. എന്റെ സ്വന്തം ഭാര്യ. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, പങ്കു എന്റെ കാര്യം പോക്കാ. എസ്കേപ്പ്. പേടിക്കണ്ട, ഞാൻ കൂടെ തന്നെ ഉണ്ട്. ഇങ്ങനെ പേടിച്ചാലോ? ഡോക്ടർ, ഇത് രാഹുലിന്റെ പാർട്ടി. പാർട്ടിയൊക്കെ നിങ്ങൾക്കാ, എനിക്കല്ല. ഡോക്ടർ സാധു, പരമ സാധു. ഗുഡ് ഗുഡ്, സൂപ്പർ. ബട്ട് ഇവരുടെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാച്ചാവില്ലെന്നാ തോന്നുന്നു. ഡോക്ടറെ, നിങ്ങൾ എന്നെക്കാളും അടിപൊളിയാ. കണ്ടില്ലടാ, കണ്ടോടാ, നന്ദുവിന് ഞാൻ മാച്ച് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവര് കേൾക്കുന്നില്ല. എന്റെ മാച്ച് അല്ലല്ലേ, അപ്പൊ ഞാൻ പോവാ. ഞാൻ പറഞ്ഞല്ലേ. കൂൾ.
നടക്ക് നടക്ക്. സമയായി. നിങ്ങൾക്ക് സമ്മതമാണല്ലോ അല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. സഹോദരന്മാരുടെ ആഗ്രഹമല്ലേ, തന്നല്ലേ പറ്റൂ. നടക്ക് നടക്ക്, സമയമില്ല. അതിരിക്കട്ടെ, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നു. ഈ ഹോസ്പിറ്റലിന്റെ പേരെന്താ? സാധന ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പേര് കേൾക്കുമ്പോ തന്നെ ചിരി വരുന്നു. സോറി, സന്മാൻ ഹോസ്പിറ്റൽ. സന്മാൻ. ഓക്കെ ഡോക്ടർ, സോറി. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. അയ്യോ, എന്താ ഡോക്ടർ? എല്ലാവരും ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിരുന്നത് നിന്നെ എന്റെ മനസ്സിലാ. അയ്യോ നോ, നിന്റെ വായിന്ന് തന്നെ. ഡോക്ടർ ചത്തുപോയി. എന്റെ 16 വരണമെന്ന് പറ. പറയാതെ ഡോക്ടർ. പാവം ഡോക്ടർ അപ്സെറ്റ് ആയി പോയതാ. നമുക്ക് നാളെ വരാം. ആ സെയിം അഡ്രസ്സിലേക്ക് വന്നാ മതി. കൂൾ. നടന്നില്ലെങ്കിൽ ഞങ്ങളത് പറിച്ചെടുക്കും. എടുത്തോണ്ട് പോകുന്ന പോന്നേ. അന്ന് അമാവാസിയായിരുന്നു. അവന്റെ ജാതകത്തില് ഗുരു 7-ാം ഇടത്തിലാണ് ഇരുന്നത്. അറിയോ? വക്രദൃഷ്ടി വിരുദ്ധം. അതായത് 12ാമത്തെ നാഴിയിലിരുന്ന കേതുവിന് സ്ഥാനചലനമായതുകൊണ്ട് ഇതൊന്നിച്ചിരിക്കാനുള്ള ഒരു യോഗവും കാണുന്നില്ല. അതുകൊണ്ടാ അവന്റെ മധ്യസ്ഥാനത്തിരിക്കേണ്ട കേന്ദ്ര ബിന്ദു അടർന്നു വീണത്. യാതൊരു കാരണവശാലും അത് ചേരില്ല. ഇവര് പറയുന്നത് ഞാൻ സമ്മതിക്കില്ല. ഇത് നടന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലുള്ളവർക്ക് അമാവാസി ഒരു വിശേഷ ദിവസമാണ്. അങ്ങനെയുള്ള ഒരു വിശേഷ ദിവസത്തില് കാണാതെ പോകുന്ന ഒരു സാധനം, അത് കളഞ്ഞു പോയാലും നമ്മുടെ കയ്യിലേക്ക് തന്നെ അത് തിരിച്ചു വരും. എന്റെ പൊന്നു സ്വാമി, നന്ദിയുണ്ട്. മഹാമോശം. ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ എല്ലാം തെറ്റായിരിക്കും. പാവം പാവം രാജകുമാരൻ സാധനം നൽകാൻ പോകുന്നു. ഇതെന്റെ ജീവിതത്തിന്റെ ക്ലൈമാക്സ് ആണെന്ന് തോന്നുന്നു. ഒന്നും പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. നിങ്ങളുള്ളതാ ഡോക്ടർ എനിക്ക് പേടി. കൈ പറിക്കുന്നുണ്ടല്ലോ. എന്റെ ഹൃദയം കിഡ്നിയുടെ പുറകിൽ ഒളിച്ചിരുന്ന് പേടിപ്പിക്കുക ഡോക്ടർ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. കോൾ. ഡോക്ടർ, ഞാൻ ഓപ്പൺ ചെയ്തോട്ടെ? അത്രയ്ക്ക് ആകാംക്ഷയോ? രാവിലത്തെ ശകുനം നന്നായിട്ടുണ്ട്. ചില നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തുടങ്ങിക്കോളൂ ഡോക്ടർ. എന്റെ ഗുരുവായൂരപ്പ, കാത്തു രക്ഷിക്കണേ. ഒന്നും വരുത്തല്ലേ. എന്താ പ്രാർത്ഥിക്കുന്നേ? മറ്റുള്ള ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാ, സാധനത്തിന്റെ ഓപ്പറേഷൻ ഇല്ല. അതുകൊണ്ടാ സക്സസ് ആണോന്ന് പ്രാർത്ഥിക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈം ആണെന്നോ? വർഷങ്ങളായിട്ട് ചെയ്യുവാണെന്നാ ഞാൻ കരുതിയേ. ഏത് ദൈവത്തിനോടാ പ്രാർത്ഥിച്ചോണ്ടിരുന്നേ? ഗുരുവായൂരപ്പനോട്. ഞാൻ വേറെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. എന്തിന്? ക്ലാഷ് ആകണ്ടല്ലോ. സൂപ്പർ സൂപ്പർ, ഗുഡ് ഐഡിയ, ഗുഡ് ഐഡിയ. എന്റെ വിഘ്നേശ്വര, ഈ ഓപ്പറേഷൻ സക്സസ് ആയി കഴിഞ്ഞാ നാളെ വീട്ടിലേക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാമേ. തെറ്റിദ്ധരിക്കല്ലേ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ. രോഗി എന്തൊക്കെയോ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. കാശ് കൊടുത്ത് ജയിച്ച ഡോക്ടറാന്ന് തോന്നുന്നു. അനസ്തീഷ്യ തന്നു കഴിഞ്ഞാ അതോടുകൂടി എന്റെ കഥ കഴിഞ്ഞു. വേണ്ട വേണ്ട. എന്താ, എന്ത് പറ്റി? പേടിച്ച് മൂത്രം എല്ലാം അവിടെ വന്ന് നിക്കുക. കട്ട് ചെയ്താലേ മൊത്തം ചെതറിപ്പോ. വേണ്ട 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 വേണ്ട. ആദ്യം മൂത്രം ഒഴിച്ചിട്ട് വാ. ഓമനക്കുട്ടി, നേരത്തെ ഇതൊക്കെ നോക്കണ്ടേ? അതല്ല ഡോക്ടർ, ഇതുവരെ കാണിച്ചില്ല. ചെക്ക്. ഞാൻ വയറിന്റെ ചെക്കിന്റെ കാര്യത്തെ പറ്റിയാ പറഞ്ഞ. സ്റ്റൊമക്ക്. സോറി ഡോക്ടർ. എന്ത് സോറി? മൂത്രം എന്റെ മേലെ ഒഴിച്ചായിരുന്നു, ഞാൻ എന്ത് ചെയ്തേനെ? നോക്ക്, പോയി മൂത്രം ഒഴിച്ചിട്ട് വാ. ഒരു തുള്ളി പോലും ഉണ്ടാവരുത്. ഓക്കെ ഡോക്ടർ, എനിക്ക് ഇത് മാത്രമല്ല. എന്ന് വെച്ചാൽ ജനിച്ചപ്പോ മുതൽ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാനൊന്ന് കണ്ടോട്ടെ. സെന്റിമെന്റാ? ശരി, പോയിട്ട് വാ, പോയിട്ട് വാ. ദൈവം ഇപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്. പങ്കു, മൈ വൈഫ്. കൗൺസിൽ ആരെങ്കിലും വിളിച്ച പോത്തില്ല. സാധു, പരമസാധു എന്നെ ഒന്നല്ലോ വിളിക്കുന്നത്. അറിയൂ? ഓക്കെ. ഇല്ല, പകുതിയുണ്ട്. പകുതിയെ പോയിട്ടുള്ളൂ. ഞാൻ വരണോ? വന്നാട്ടെ. ഞാൻ പോട്ടെ. എന്ത് പെണ്ണാടി നീ? നീ പോകണ്ട. ഈ കേരളക്ക് ഈ കാസർഗോഡുകാർ മതി. പരമസാധു, അറിയൂ? ഓക്കെ. സാധു വേണോടോ? പിടിച്ചോ.
ഇവന്മാരുടെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല. നോക്കാം. എങ്ങനെങ്കിലും രക്ഷപ്പെട്. ഡോക്ടർ പേഷ്യൻ ഓപ്പറേഷൻ സക്സസ്. കൂൾ. എന്റെ അമ്മോ. ഒരു മണിക്കൂറിൻ കഥ, ഒരു മണിക്കൂറിൻ കഥ, ഒരു മണിക്കൂറിൻ കഥ, ഒരു മണിക്കൂറിൻ കഥ. ഓമനക്കുട്ടി, ഒരു മണിക്കൂറിൻ കഥ, ഒരു മണിക്കൂറിൻ കഥ, ഒരു മണിക്കൂറിൻ കഥ. സഹോദരാ, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ സാധു ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യണോ? ആ പരമ വീടിന്റെ അടുത്ത് നിന്നും എന്തൊക്കെയോ കൊണ്ടുപോകാമായിരുന്നു. അതെന്തിനാടി കൊണ്ടുപോയത്? ദയവായി അത് തിരിച്ചു കൊണ്ടുവന്ന് തരൂ. തെറ്റ് അവന്റെ കയ്യിൽ തന്നെ അല്ലെന്ന് പറയുന്നില്ല, പ്ലീസ്. രാഹുലിന്റെ ഭാഗത്താണ് തെറ്റ്. അവന് വേണ ശിക്ഷ കിട്ടാൻ. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഞാൻ കണ്ടിട്ടില്ല. ആണെന്ന് പറഞ്ഞാൽ അതിലാണ് ഇരിക്കുന്നത് കാര്യങ്ങളെല്ലാം. നല്ല രീതിയിലാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ മര്യാദയും കിട്ടും. ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ വല്ലാതെ ഷോക്കായി. ഒരാൾക്കൊരു ഭാര്യയില്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ആ ബന്ധം എന്നും നിലനിൽക്കണമെങ്കിൽ അത് കൊടുത്തേ പറ്റൂ. പ്ലീസ്. അവൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോ മുതൽ ആ സംഗതി സൂക്ഷിച്ചുകൊണ്ടിരുന്നതാ. എന്തു വന്നാലും എങ്ങനെയൊക്കെ ആയാലും അതൊന്ന് തിരിച്ചു കൊടുത്തേക്കണേ ഛേ, എന്ത് പൈനടാ നീ രാഹുൽ. നിനക്കെന്റെ ചെരുപ്പിന്റെ വിലയുടെ ഞാൻ തന്നിരിക്കുന്നേ. മനസ്സിലായോ? പെണ്ണുങ്ങളൊക്കെ നീ തെറ്റായ കണ്ണുകൊണ്ട് നീ കണ്ടു കഴിഞ്ഞാ നീ ഒരു പാഠം മനസ്സിലാക്കണം. ഇതൊരു നല്ല പാഠമാടാ, ഒരു നല്ല പാഠം. അല്പസമയത്തിനുള്ളിൽ നാം കാത്തിരുന്ന സരോജ സോഷ്യൽ മീഡിയ ലൈവിൽ വരുന്നതായിരിക്കും. സരോജ ആएगी या नहीं देखिए थोड़ी देर में. If this confession is going to change the course of the whole case. അങ്ങനെ അത് എത്തി. സർജറി പ്രോസസ് കഴിഞ്ഞ് സക്സസ് ആവാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ലൈവിൽ വരാൻ പോകുന്ന സരോജ കൊണ്ടുവരാൻ പോകുന്ന സാധനം യൂസ് ആകുമോ അതോ യൂസ് ആകില്ലയോ? വരൂ നമുക്ക് നോക്കാം. സരോജ ഓൺ ദി വേ. അല്പസമയത്തിനകം സരോജ നിങ്ങളുടെ മുന്നിലെത്തും. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാം തേടിക്കൊണ്ടിരിക്കുന്ന ആ സരോജ ഞാൻ തന്നെയാ. ഹായ് രാഹുൽ. ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായ ഞാൻ പേഷ്യന്റിന്റെ നില എങ്ങനെയാണെന്ന് ചോദിക്കേണ്ടത് എൻ്റെ കടമയാണ്. എങ്ങനെയുണ്ട്? വേദന എങ്ങനെയുണ്ട്? അതെ, പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഇനി നിനക്ക് ഒന്നും സംഭവിക്കുന്നോർത്ത് പേടിക്കണ്ട. ഗെറ്റ് വെൽ സൂൺ. ഒരു ചെറിയ കഥ. റോഡിന്റെ അരികത്ത് ആരോരും ഇല്ലാതെ ജനിച്ചു വീണ ഒരു പെൺകുഞ്ഞ് സഹായത്തിന് ആരും ഇല്ലാതെ അനാഥയായി ജനിച്ചു വീഴുമ്പോ അനാഥാലയത്തിലല്ലേ അത് വളരേണ്ടത്? അവിടെ വളർന്നു. അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ ഭിക്ഷ കൊണ്ട് വളർന്നു പഠിച്ച് വലിയ ആളായി. ഡോക്ടർ ആകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു.
കൈയും കാലും ഒക്കെ പിടിച്ച് നല്ല മാർക്കും കൊണ്ട് സ്കോളർഷിപ്പ് ഒക്കെ വാങ്ങിച്ച് സീറ്റ് ഒപ്പിച്ചെടുത്തു. കൂടെ പഠിത്തവും നടന്നു. അപ്പോഴാ ഒരു ചെറുക്കൻ അവളുടെ ലൈഫിലേക്ക് വന്നത്. സ്നേഹം, പ്രേമം, പ്രണയം. ഒരു ഡോക്ടറായി പല ജീവൻ രക്ഷിക്കാൻ വന്നവൾ അങ്ങനെ പല തവണകൾ ഒരുപാട് കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്തു. കഥ ബോറായി തുടങ്ങിയല്ലേ? യെസ്, ഇറ്റ്സ് ബോറിംഗ്. ഓക്കെ, എന്നാ ചുരുക്കി പറയാം. വേണ്ടെന്ന് പറഞ്ഞതിന് ശേഷവും നീ എന്റെ പുറകെ നടന്ന് പ്രേമിച്ചു. നമുക്ക് കല്യാണം കഴിക്കാം, കുഞ്ഞുങ്ങൾ വേണം, നമ്മുടെ കുട്ടികളെ വളർത്തണം എന്ന് പറഞ്ഞ് മനസ്സ് മുഴുവനും മാറ്റി എന്റെ ശരീരം ഇല്ലാതാക്കി നിന്റെ സുഖത്തിന് വേണ്ടി രസിച്ച് മതിച്ച് എന്നിലേക്ക് നിന്റെ ഊർജമെല്ലാം നിക്ഷേപിച്ചു. കുഞ്ഞുങ്ങളോടൊരു കരുണ പോലും കാണിക്കാതെ ആ ജീവനെല്ലാം നീ കൊന്നു നശിപ്പിച്ചില്ലേ? ഇത്രയെല്ലാം കഴിഞ്ഞതിന് ശേഷം നീ കല്യാണം എന്തിനാന്ന് ചോദിച്ചില്ലേ? അതിനുള്ള ഉത്തരവാണിത്. വേറൊരു കല്യാണം കഴിച്ചിട്ട് ഈ ബന്ധം നമുക്ക് തുടരാമെന്ന് പറഞ്ഞില്ലേ? അതിനുള്ള പണിഷ്മെന്റ് ആണിത്. സോറി, ഒരു സോറി പറഞ്ഞ ചെയ്ത കാര്യങ്ങൾക്ക് പരിഹാരം ആവുമോ രാഹുൽ? ഉത്തർപ്രദേശിൽ 2.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് പീഡിപ്പിച്ച് കൊന്നില്ലേ? കാശ്മീരിലോ 8 വയസ്സുള്ള ഒരു കുഞ്ഞിനെ റേപ്പ് ചെയ്തു. ആസിഫ ബാനു, ഗ്യാങ് റേപ്പ്. ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് തെലങ്കാനയില് 9 മാസമുള്ള കുഞ്ഞിന് പറയാൻ പോലും പറ്റുന്നില്ല. അവരുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് ന്യായം നിങ്ങൾ മേടിച്ചു കൊടുക്കാൻ പോന്നെ? കൊടുക്കാൻ പറ്റുമോ? ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല. ലോകത്താർക്കും. നല്ലൊരു ചേട്ടൻ, നല്ല ഭർത്താവ്, സ്നേഹമുള്ള അച്ഛൻ, ഇങ്ങനത്തെ ആൾക്കാരുള്ള ലോകത്തല്ലേ നീയും ജീവിച്ചു വരുന്നേ? ഇതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നിന്നെ പോലുള്ള ആണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം? ഇതുകൊണ്ടല്ലേ എന്നെ പോലുള്ള ചില പെണ്ണുങ്ങള് ഈ ഗതിയിലായി തീർന്നതും? ഞാറിനിടയ്ക്ക് വളരുന്ന ആവശ്യമില്ലാത്ത പുല്ല് പറിച്ചു കളയില്ലേ? ദ സെയിം ഫോമുല. ഇതല്ലേ നിനക്ക് വേണ്ടത്? നിനക്കിപ്പോ ആവശ്യമുള്ളത് ഇതല്ലേ? ഇന്നാ ഇവിടെ വന്നെടുത്തോ. നിയമപരമായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റാണ്. ഐ നോ. യാതൊരു തെറ്റും ചെയ്യാത്തവന് മാത്രമേ ഒരു നല്ല ഡോക്ടർ എന്ന സൽപ്പേരെടുക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. ബട്ട് എന്റെ തുടക്കം തന്നെ ഒരു തെറ്റിലൂടെയായിരുന്നു. എനിക്ക് ശിക്ഷ ലഭിച്ചോട്ടെ. ഞാനിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഫാൾസിലുണ്ട്. വന്നെന്നെ അറസ്റ്റ് ചെയ്തോളൂ.
ഞാൻ ചെയ്ത കാര്യത്തിന് നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ കേസ് എന്താണ് ചെയ്യേണ്ടത് സാറേ? ഇത് സംഭവിച്ചത് എവിടെയാ? തമിഴ്നാട്ടില്. അപ്പൊ അവിടെ ഉള്ള പോലീസുകാർ നോക്കിക്കോളൂടോ, നമ്മളെന്തിനാ വെറുതെ? നിനക്ക് നല്ല മുട്ടപ്പടിയാണല്ലോടാ കിട്ടിയ. ഇവന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനും കൂടി കാരണക്കാരനാണ്. ഇങ്ങനെയെല്ലാം നടക്കാൻ കാരണം ഈ മൊബൈലും സോഷ്യൽ മീഡിയ. നീ ചെയ്ത തെറ്റിന് ദൈവം പോലും നിനക്ക് മാപ്പ് തരില്ല, ഒരിക്കലും ഇല്ല. അമ്മ 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 അയ്യോ. സരോജ, മാപ്പ് സരോജ. ക്ഷമിക്കുകയില്ല, എൻ പേരിൽ തെറ്റൊന്നില്ല. മോഹം പൊലിഞ്ഞേങ്ങോ ഈ ലോകം കാണുന്നില്ലേ? ഇല്ലേ 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 എങ്ങെങ്ങോ ഇല്ലേ 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 എങ്ങെങ്ങോ. ഞാൻ ക്ഷമിക്കുകയില്ല, എൻ പേരിൽ തെറ്റൊന്നില്ല.